ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? അതെ, ഇരിഞ്ഞാലക്കുട ബിഷപ്പ് പോളി കണ്ണുക്കാടൻ പിതാവ് ഒരു പ്രസംഗം എവിടെയെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ പറഞ്ഞു കഴിയുമ്പോൾ ഈശോ മിശിഹായ്ക്ക് എല്ലാവരും പറയും ഇപ്പോഴും എപ്പോഴും, അങ്ങനെ പറഞ്ഞ് ആവർത്തിച്ച്. അത് നല്ല രസമല്ലേ? മറ്റ് മെത്രാന്മാരൊന്നും അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെ മെത്രാനച്ചനാണ് ഇത്ര നന്നായിട്ട് തീർച്ചയായിട്ടും കുടുംബങ്ങളിലും നമുക്കറിയാം, സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്തുതി പറയണ്ടേ? മൂത്തവർ ഇളയവർ മൂത്തവർക്ക് എല്ലാവർക്കും സ്തുതി പറയണമല്ലോ. അങ്ങനെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു ആ സംഭവം? ഇളയ മകൻ അപ്പന് സ്തുതി കൊടുക്കാൻ നോക്കിയിട്ട് അകത്ത് കാണാനില്ല. അപ്പനകത്തില്ല, ഇറയത്തേക്ക് വന്നു, അവിടെ ഇല്ല. മുറ്റത്തും പരിസരത്തും പോയിട്ട് കാണാനില്ല. മകൻ മുറ്റത്തുള്ള നല്ല വലിയ ചമ്പത്തെങ്ങിലേക്ക് പിടിച്ച് കയറി മുകളിലിട്ട്. അപ്പം മുകളിൽ ഇരുന്ന് കള്ളു കുടിക്കുക. അപ്പോൾ നീ എന്താ ഇങ്ങോട്ട് വന്നേ? ഞാൻ അപ്പന് സ്തുതി പറയാൻ വന്നതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പനിത് പറഞ്ഞു, പൊന്നു മോനെ നീ അത് ഞാനങ്ങ് താഴേക്ക് വരുമായിരുന്നില്ലടാ, എനിക്കിപ്പം തന്നെ സ്തുതി പറയണപ്പാ, കാരണം മോനും കൂടെ അല്പം കുടിക്കുക എന്ന് പറഞ്ഞ് അപ്പം കരുതലുള്ള പിതൃവാത്സല്യമുള്ള അപ്പനാണേ. മകനും കൂടെ അല്പം കൊടുത്ത് സന്തോഷമായിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയൊക്കെ പറഞ്ഞു. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, നിങ്ങൾ 12 പേരാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത്. കൃത്യം 12 പേര്, 12 സ്ത്രീഹന്മാർ. അന്ന് വനിതകൾ ആ കൂട്ടത്തില്ല എങ്കിലും ഇന്ന് സ്ത്രീകളും കന്യാസ്ത്രീകളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരും. ഈശോനാഥൻ 72 പേരെ തിരഞ്ഞെടുത്ത് ഗ്രാമങ്ങൾ തോറും പ്രസംഗിക്കാൻ പറഞ്ഞു വിട്ടതായിട്ട് പറയുന്നുണ്ട്. മറ്റൊരിടത്ത് 70 പേരെ തിരഞ്ഞെടുത്തെന്ന് പറയുന്നുണ്ട്. മറ്റൊരിടത്ത് എല്ലാം കൃത്യമായിട്ട് 12 സ്ത്രീഹന്മാരെ തിരഞ്ഞെടുത്തു. ഇനി ആ 12 സ്ത്രീഹന്മാരിൽ നിന്ന് 3 പേര് വളരെ പ്രത്യേകം കൂടെ കൊണ്ടുപോയി ഗെത്സമൻ തോട്ടത്തിലായിരിക്കുമ്പോഴും വേദനിക്കുമ്പോഴും അല്പം പ്രവർത്തിക്കുമ്പോഴും താബോർ മലയിൽ രൂപാന്തരപ്പെടുമ്പോൾ ഈ 3 പേര് സന്തത സഹചാരികളായിട്ട് കൂടെയുണ്ട്. വീണ്ടും കുരിശിൽ മരിക്കുന്ന സമയത്ത് ഒരൊറ്റ ശിഷ്യനേ ഉള്ളൂ, ബാക്കി ആരും കൂടെ ഉണ്ടായില്ല. കർത്താവ് മരിച്ചു, ഉയർത്തു കഴിഞ്ഞപ്പോഴോ ആ ഒരാൾ പോലും കാണാനില്ല. ഒരു സ്ത്രീ, മഗ്ദലന സ്ത്രീയാണ് കർത്താവ് ഉയർത്ത പേര് ശിഷ്യന്മാർ വന്ന് അറിയിക്കുന്നത്. 72 തുടങ്ങി ശൂന്യതയിൽ അവസാനിക്കുന്ന ഒരു ശിക്ഷഗണം. ഈശോ ഉയർത്ത വാർത്ത ഒരു സ്ത്രീയല്ലേ അറിയിച്ചേ? നിങ്ങൾക്കറിയാമോ, ടെലഫോൺ, നമുക്കിപ്പോൾ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടല്ലോ, ഇപ്പം മൊബൈൽ ഫോണാണല്ലോ. ഈ ടെലഫോൺ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയോ? ടെലഫോൺ എന്ന് പറഞ്ഞാൽ ടെൽ എ വുമൺ, ഒരു സ്ത്രീയോട് പറയൂ, അത് പിന്നെ ലോകം മുഴുവൻ എത്തും, പ്രചരിക്കും. ഒരു 10,000 നോട്ടീസ് അടിക്കുന്നത് തുല്യമാണ്. അതുകൊണ്ടാണ് ഈശോയുടെ ഉത്ഥാന രഹസ്യവും ഉയർത്തെണീറ്റ വാർത്ത ഒരു സ്ത്രീയോടെ പറഞ്ഞ് ആ സ്ത്രീ ശിഷ്യന്മാരെ അറിയിച്ചു. ശിഷ്യന്മാർ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി കർത്താവിൻ്റെ ഉത്ഥാന രഹസ്യം അറിയിച്ചു. ഉയർത്തെണീറ്റ യേശു, ഹല്ലേലൂയ, യേശു ഉയർത്തെണീറ്റു. അതായത് ആദിമ ക്രിസ്ത്യാനികൾ, ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ദിവസമല്ലേ ഇന്ന് ആചരിക്കുന്നത്, ആദിമ ക്രിസ്ത്യാനികൾ അവർ പരസ്പരം കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്ത് നമ്മൾ ഗുഡ് മോർണിംഗ്, നമസ്തേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നതാണ് യേശു ഉയർത്തെണീറ്റു. അപ്പോൾ ഉടനെ പ്രത്യുത്തരം, യേശു സത്യമായി ഉയർത്തെണീറ്റു, ഹല്ലേലൂയ. അപ്പോൾ ഇത് ഒരു സ്ത്രീയോട് പറഞ്ഞാണ് ഇത് ലോകം മുഴുവൻ അറിഞ്ഞ്. അപ്പോൾ ഒരു സ്ത്രീയോട് പറഞ്ഞാൽ അങ്ങനെ ടെൽ എ വുമൺ, അത് ലോപിച്ചാണ് ടെലഫോൺ ഉണ്ടായി എന്ന് ആരും ഇങ്ങനെ പറഞ്ഞ് കേട്ടതാണ്. പക്ഷെ അത് സദ്വാർത്തയല്ലേ അവരറിയിച്ചത്, പിന്നീടല്ലേ ദുഷ്വാർത്തയ്ക്കായി മാറുന്ന പലതും. അപ്പോൾ സദ്വാർത്ത അറിയിക്കാൻ
അത് സ്ത്രീകളും പിന്നെ പുരുഷന്മാരെ എല്ലാ വാർത്തകളും പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം. എന്തായാലും 12 പേര് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിൻ്റെ അനുഗാമികൾ, യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക വളരെ നല്ല ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിലെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ആകെ എത്ര എണ്ണം എന്നാണ് പറഞ്ഞത്? 1546. ഈ 1546 നിയമങ്ങളെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താൻ പോകുക നമ്മൾ. ഇതെങ്ങനെ സാധിക്കും? 1546 പിന്നെ നിയമങ്ങളെ നമ്മൾ ഒന്നിച്ച് ഒരു ഓട്ടപ്രദക്ഷിണം ഏതും ചെറിയ രീതിയിൽ ഇന്നത് കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിന് ഒരു എളുപ്പ വഴി അതാണ് ദ സ്ട്രക്ചർ ഓഫ് ദ ഈസ്റ്റേൺ കോഡ്. കണ്ടോ? ദ സ്ട്രക്ചർ ഓഫ് ദ ഈസ്റ്റേൺ കോഡ്. ദ കോഡ് ഓഫ് കാനൻസ് ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് 1546 canons arranged in 30 titles in addition to 6 introductory canons. The arrangement into titles is in harmony with the long-standing Eastern tradition. Each title is divided into chapters, subdivided into articles. അപ്പോൾ ഈ 1546 കാനോനുകളെ 30 ടൈറ്റിൽസ് അല്ലെങ്കിൽ ശീർഷകം 30 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ഒരു പ്രിലിമിനറി ആയിട്ട് ഈ പിന്നെ ഇൻട്രൊഡക്ടറി കാനൻ ഒരു 6 എണ്ണം കൂടിയുണ്ട്. പ്രിലിമിനറി കാനൻസ്. പ്രിലിമിനറി പ്രാഥമികമായിട്ടുള്ള പൊതു കാനൻ കൂടാതെ 30 ടൈറ്റിൽസ്, 30 ശീർഷകങ്ങൾ. അപ്പോൾ 30 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ കാനൻ നിയമത്തിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം ചെറിയ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ഓൺലൈൻ ഇതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, കാനനയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ഇതിൽ ഒരു ചാപ്റ്റർ മാത്രമാണ് ദ സ്ട്രക്ചർ ഓഫ് ദ ഈസ്റ്റേൺ കോഡ്. അപ്പോൾ അതിന് മുമ്പ് 3 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് വരും എല്ലാവരും. പക്ഷേ ഇതിൽ 30 ശീർഷകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് അതിൽ വരുന്നത് ഒന്ന് നമുക്കൊന്ന് കാണാം. ഉണ്ടുണ്ട്, മലയാളത്തിലുണ്ട്. ഉണ്ടുണ്ട്. ചെറിയൊരു വ്യാഖ്യാനമുണ്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്ത്, ചെറിയ വ്യാഖ്യാനം. ആ പുസ്തകത്തിൻ്റെ പേര് പൗരസ്ത്യ സഭകളുടെ കാനോനുകൾ, കാനൂൻ നിയമ സംഹിത സഭാജീവിതത്തിൽ എന്നാണ് പുസ്തകത്തിൻ്റെ തലക്കെട്ട്. മലയാളത്തിൽ വായിക്കാൻ കിട്ടും. മലയാളമുണ്ട്, എല്ലാ ഭാഷകളുണ്ട്. മലയാളം, ഇംഗ്ലീഷ്. ലാറ്റിനിലാണ് ഒറിജിനൽ. ലത്തീൻ ഭാഷയിലാണ് അത് ആദ്യം പ്രസിദ്ധീകരിച്ചത്. മാർപ്പാപ്പായുടെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകൾ എല്ലാം ലത്തീനിലാണ്. അതാണ് പിന്നെ ഇംഗ്ലീഷിലും മറ്റ് യൂറോപ്യൻ ഭാഷകളിലും ഒക്കെ തർജ്ജമ ചെയ്യുന്നത്. ഇപ്പോഴും മാർപ്പാപ്പ പുറത്തിറക്കുന്ന ചാക്രിക ലേഖനങ്ങൾ, ചില ഉത്തരവുകളൊക്കെ എല്ലാം ഇപ്പോൾ ചിലതൊക്കെ ഇംഗ്ലീഷും ഇറ്റാലിയും റോമിൽ മാർപ്പാപ്പ സംസാരിക്കുന്ന ഭാഷ ഇറ്റാലിയൻ ഭാഷയാണ്. വത്തിക്കാനിൽ വിശുദ്ധ കുർബാന നമ്മൾ സീറോ മലബാർ സഭയിലെ കുർബാന കൽതായ പാരമ്പര്യത്തിൽ പൗരസ്ത്യ സുറിയാനി കുർബാനയാണ് നമ്മൾ മലയാളത്തിൽ ചൊല്ലുന്നത്. ഈ മലയാളത്തിൽ കുർബാന ഇംഗ്ലീഷിലാക്കിയിട്ടുണ്ട്, തമിഴിലുണ്ട്. ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനം സിൽച്ചാർ മിഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സിൽച്ചാർ എന്ന ഒരു മിഷൻ കേന്ദ്രമുണ്ട്. അവിടുത്തെ പ്രാദേശിക ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ട് അവർ ഞായറാഴ്ച ആ ഭാഷയിലാണ് നമ്മുടെ കുർബാന ചൊല്ലുന്നത്. ചില അച്ഛന്മാരത് പഠിച്ചു. സ്ഥലത്തുള്ള പ്രാദേശിക വാസികൾ അവരുടെ ഭാഷയിൽ തന്നെ കുർബാന നമുക്ക് മലയാളം പോലെ അവർക്ക് ഇഷ്ടമുള്ള ഭാഷയാണല്ലോ, ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ലഭ്യനാണ് ഒറിജിനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളത്തിലും ഈ കാനൂൻ നിയമ സംഹിത വായിക്കാൻ കിട്ടും. എന്തോ അതായത് ഇപ്പോൾ പൗരസ്ത്യ സഭകൾ
നമുക്ക് ഇതിൽ പരിശുദ്ധ സിംഹാസനം എന്ന് സാധാരണ പറയും. ആ അറിയിപ്പ് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നാണ്. ആ കൽപ്പന പരിശുദ്ധ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹോളി സീ അല്ലെങ്കിൽ അപ്പസ്റ്റോളിക് സീ, അതിന് ശ്ലാഘിക സിംഹാസനം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മാർപ്പാപ്പ സാർവത്രിക കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ സഭാഭരണം നടത്തുന്നത് നമ്മുടെ പാലക്കാട് രൂപതയിൽ കൂരിയ എന്ന് പറയില്ല, കച്ചേരി, അല്ലെങ്കിൽ രാമനാഥപുരം രൂപതയുടെ രൂപത കച്ചേരി. അപ്പോൾ കച്ചേരിയിൽ വികാരി ജനറൽ അച്ഛന്മാരുണ്ട്, മെത്രാൻ, വികാരി ജനറൽ, ചാൻസലർ, വൈസ് ചാൻസലർ, ഫൈനാൻസ് ഓഫീസർ, സെക്രട്ടറിമാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് രൂപത മെത്രാൻ രൂപത ഭരണം അജപാലന കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് റോമൻ കൂരിയുണ്ട്. റോമൻ കൂരിയയിൽ പല ഘടകങ്ങളുണ്ട്. റോമൻ കൂരിയയിൽ ഒരു വകുപ്പ്, ഒരു മന്ത്രാലയം, അതുമല്ല എങ്കിൽ ഒരു കാര്യാലയം, അതറിയപ്പെടുന്നത് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യാലയം എന്നാണ്, ദ ഡിക്കാസ്റ്ററി ഫോർ ദ ഈസ്റ്റേൺ ചർച്ചസ്. അപ്പോൾ പൗരസ്ത്യ സഭകൾ എന്തെങ്കിലും ഉത്തരം അത് മാർപ്പാപ്പയുടെ അനുമതിയോടും മാർപ്പാപ്പയുടെ അംഗീകാരത്തോടും കൂടിയാണ് സാധാരണഗതിയിൽ ഓരോന്ന് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം, എറണാകുളത്തെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ ഒരു പൊണ്ടിഫിക്കൽ ഡെലഗേറ്റ് വന്നിട്ടുണ്ടല്ലോ. ഈ പൊണ്ടിഫിക്കൽ ഡെലഗേറ്റിനെ അയക്കാൻ മാർപ്പാപ്പ തീരുമാനിച്ച്, എന്നിട്ട് പൗരസ്ത്യ സഭകളുടെ ആ കാര്യാലയമാണ് ഈ ഡെലഗേറ്റിനെ നിയമിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഈ പൗരസ്ത്യ സഭകളുടെ കാര്യാലയം, അപ്പോൾ പൗരസ്ത്യ സഭകളുടെ അധ്യക്ഷൻ ആണ് ആ ഉത്തരവിൽ ഒപ്പുവെക്കുക. ചിലത് മാർപ്പാപ്പ നേരിട്ടും ഒപ്പുവെക്കും. അതുപോലെ ലത്തീൻ സഭയ്ക്ക് വേറെ ഒരു കാര്യാലയമുണ്ട്. പല മെത്രാന്മാരുടെ, ലോകമുള്ള മെത്രാന്മാരുടെ സംഘം, അതിനൊരു വകുപ്പുണ്ട്. അതുപോലെ സമർപ്പിതർ, വൈദികർ, അൽമായർ, ഓരോന്നിനും വത്തിക്കാൻ ഓരോ വകുപ്പുകൾ, കാര്യാലയങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യാലയങ്ങളിലൂടെ മാർപ്പാപ്പ സുഗമമായിട്ട് സഭാഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പോൾ നമ്മൾ അത് മൊത്തത്തിൽ പൊതുവായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഈ പറഞ്ഞ 30 ടൈറ്റിൽസ് തിരിച്ചിരിക്കുന്നു. ഓൺ ദ അതർ ഹാൻഡ് ദ ബോഡി ഓഫ് ലോസ് ഓഫ് ദ ലാറ്റിൻ ചർച്ച് വേറെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ സഭയുടെ നിയമങ്ങളാണ് ഈ 30 ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ. ഇനി ലഭ്യകാര്യ നിയമത്തിന് പറയുന്ന അവർ 1752 കാനൻ നമ്മൾ കണ്ടല്ലോ. ലഭ്യന സഭയിൽ 1752. അത് എങ്ങനെ തിരിച്ചിരിക്കുന്നു? അത് 7 പുസ്തകങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു, 7 ബുക്സ്. നമ്മളുടെ നിയമങ്ങൾ 30 ടൈറ്റിൽസ്, ലഭ്യന സഭയുടെ നിയമങ്ങൾ 7 ബുക്സ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഈച്ച് ബുക്ക് ആസ് എ റൂൾ ഇസ് ഡിവൈഡ് ഇൻറ്റു ടൈറ്റിൽസ്, സബ് ഡിവൈഡ് ഇൻറ്റു ചാപ്റ്റേഴ്സ്, അങ്ങനെ പോകുന്നു. പിന്നെ ഇൻട്രൊഡക്ടറി, കാനൻ, പലതും അങ്ങനെ വരുന്നു. ഇനി ഒന്നാമത്തെ ടൈറ്റിൽ ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്ഫുൾ ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ്. ഇവിടെ ക്രിസ്ത്യൻ ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞ വിശ്വാസികൾ. ആരാണ് ഈ പറയുന്ന വിശ്വാസികൾ? അരുണേറ്റം എന്ന് പറയുന്നു ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്ഫുൾ ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ്. ക്രിസ്തീയ വിശ്വാസികളും അവരുടെ അവകാശങ്ങളും കടമകളും. ഈ ക്രിസ്ത്യൻ വിശ്വാസികൾ എന്ന് പറഞ്ഞ ആരാ? കറക്റ്റ്. മാമോദീസ സ്വീകരിച്ച സകലരും അവരെ പൊതുവായിട്ട് പറയുന്നതാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്ഫുൾ വിശ്വാസികൾ. അതിലുള്ള തിരിവാണ് മാർപ്പാപ്പ, അല്ലെങ്കിൽ മെത്രാൻ, വൈദികർ, സമർപ്പിതർ, അൽമായർ. ഇവരൊക്കെ അടിസ്ഥാനപരമായിട്ട് മാമോദീസ സ്വീകരിച്ച എല്ലാവരും വിശ്വാസികളാണ്. ഇവർക്കൊക്കെ പൊതു പൗരോഹിത്യമുണ്ട്, അൽമായരുൾപ്പെടെ. ഇനി ശുശ്രൂഷ പൗരോഹിത്യം, ദ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്, അത് മാർപ്പാപ്പ, മെത്രാൻ, വൈദികർ. കാരണം ഇപ്പം ഇന്ന് ഞാനാണ് കുർബാന രാജകീയമായിട്ടുള്ള ഇന്ന് ഞാൻ കുർബാന ചൊല്ലിയത്. എൻ്റെ നിങ്ങൾ 12 പേരോട് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ചൊല്ലാമായിരുന്നില്ലേ? എൻ്റെ ചോദ്യം അതാണ്. ഭാഷ എന്ത് പറയുന്നത് ഇതേക്കുറിച്ച്? ഇന്ന് ഞാൻ കുർബാന അർപ്പിച്ചല്ലോ. ഞാൻ ഈ കോട്ടയത്തു നിന്ന് വന്ന് ഇവിടെ കുർബാന ചൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ?
നിങ്ങൾ 12 പേര് സീറോ മലബാർ സഭയിൽ അംഗങ്ങളല്ലേ? എന്ത് നിങ്ങൾ ഒരാൾക്ക് കുർബാന ചൊല്ലാൻ സാധിക്കാതിരുന്നേ? ഏ നിങ്ങൾക്ക് പൗരോഹിത്യമുണ്ടോ? മാംസം ശരിച്ചവരല്ലേ? ഈശോ എല്ലാവർക്കും രാജകീയ പൊതു പൗരോഹിത്യമുണ്ട് മാമോദിസായിലൂടെ. പക്ഷേ ചില പ്രത്യേക മിനിസ്റ്ററീസ്, ചില ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവരാണ് ഈ ഇപ്പോൾ ഒരു വിശുദ്ധ ബലി അർപ്പിക്കാൻ നിയമപരമായിട്ട് ഒരു വൈദികന് അനുവാദമുള്ളൂ. ഞാൻ വീണ്ടും പറയട്ടെ, എന്നെ നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ആരും. ഞാൻ അവിടെ വന്നപ്പോഴല്ലേ, ഞാൻ ട്രെയിനിൽ പാൻറ്റും ഷർട്ടും ഇട്ടാണ് വന്നത്. എന്നെ ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ എന്നെ കൊണ്ടുവരാൻ നമ്മുടെ പ്രിയപ്പെട്ട അനി കാറും കൊണ്ടുവന്നു. ഞാൻ അനിയെ കണ്ടിട്ട് പോലുമില്ല, അതിനെ എന്നെയും കണ്ടിട്ടില്ല. ഇനി ഞങ്ങൾ എങ്ങനെ കണ്ടുമുട്ടും? ഒരുപാട് കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏത് കാറിൽ കയറും? അനി ട്രെയിൻ ഇറങ്ങി വരുന്ന ഒരുപാട് ആളുകൾ, ഇവിടേക്കുള്ള ആൾ ആരാണെന്ന് എനിക്കറിയോ? അനി എന്നിട്ട് എന്നോട് ഒരു ഫോൺ നമ്പർ അറിയാം, ഞാൻ 2 പേരുടെയും അച്ഛനോട് നമ്പർ അയച്ചു. അതിന് എന്നോട് ചോദ്യം ചോദിച്ചു, അച്ഛ ആ ജുബ ഇട്ട് വരുന്ന ആളാണോ? അല്ലേ അല്ല, ഞാൻ ജുബയൊന്നും ഇട്ടിട്ടില്ല, ഞാൻ ഷർട്ട് ഇട്ട ഒരാളാണ്. ഇതെങ്ങനെ തിരിച്ചറിയണേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഒരു അപരിചിതനാണ്. ഇനി അത് പോട്ടെ. അപ്പം അങ്ങനെ അതിന് വന്ന് ഞാൻ കണ്ടു, ഞങ്ങൾ വണ്ടി കയറി എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. ഇനി അതിന് വന്നില്ല എന്ന് വിചാരിക്കുക. ഞാനൊരു പാൻറ്റും ഷർട്ട് ഇട്ട് ഇവിടെ വരുന്നു, അച്ഛനും എന്നെ അറിയില്ല. ഇതാരെ വന്നിരിക്കുന്ന ആർക്കറിയാം? ഒരു വിദേശിയാണോ, ഒരു പരദേശിയാണോ, ഒരു സാമൂഹ്യ പ്രവർത്തകനാണോ, അതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടതാണോ? എന്താ ആർക്കറിയാം? ആര് വിശ്വസിക്കുക? ആയതുകൊണ്ട് ഞാൻ പുരോഹിതനാണ് എങ്കിൽ ഇന്ന് ഞായറാഴ്ച എനിക്കിവിടെ കുർബാന, അച്ഛൻ്റെ തന്നെ ആർക്കും പരിചയമില്ല, എനിക്കിവിടെ കുർബാന ചൊല്ലാനെങ്കിലും പറ്റുക? സാമാന്യഗതിയിൽ അറിയാത്ത ഒരാൾ ഇവിടെ വരുന്ന, അല്ലെങ്കിൽ ഇവിടെ അല്ല, ഏത് പള്ളിയിൽ തന്നെ ചെന്നാലും നമ്മുടെ ID പ്രൂഫുണ്ടോ? നമ്മളെപ്പോഴും സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ ആധാർ കാർഡ് ഉണ്ടാ? അയ്യോ അതെടുക്കാൻ മറന്നു, അത് കയ്യിലെപ്പോഴും വേണം കേട്ടാ. അല്ലെങ്കിൽ പാസ്പോർട്ടോ, അതും അല്ലെങ്കിൽ ഇപ്പോൾ രൂപത മെത്രാൻ ഞങ്ങൾക്കൊരു ID കാർഡ് തന്നിട്ടുണ്ട്. ഞാൻ കോട്ടയത്തായതുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്ന അച്ഛന്മാർക്ക് എല്ലാവർക്കും ഒരു ID പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആധാറുണ്ട്. 3 ID പ്രൂഫായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ആര് വന്നാലും രൂപത മെത്രാൻ്റെ തന്നിരിക്കുന്ന ID കാണണോ? സർക്കാരിൻ്റെ ID പ്രൂഫ് കാണണോ? പഠിപ്പിക്കുന്ന സ്ഥലത്ത് ID പ്രൂഫ് കാണണോ? ഒക്കെ കയ്യിൽ കരുതിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ പിരിച്ച് ഇനിയിതൊന്നും ഇല്ലാതെ ഒരാൾ വരുന്നു വിചാരിക്കുക. ഞാൻ വന്നു, എനിക്കിവിടെ കുർബാന ചൊല്ലണം. അപ്പോൾ സാമാന്യഗതിയിൽ അതിനുള്ള അനുമതി പത്രം ഞാൻ ഇവിടുത്തെ അച്ഛനെ കാണിക്കണം, അല്ലെങ്കിൽ അച്ഛൻ ചോദിക്കണം. അച്ഛൻ എന്താ പേര്, എവിടെന്നാ, എന്താ, ഏതാ, ഇതൊക്കെ അച്ഛനെങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഭരണങ്ങാനത്ത് തീർത്ഥകേന്ദ്രമല്ലേ, ഒരു അപരിചിതൻ വൈദികൻ എന്നുള്ള വ്യാജേന അവിടെ വന്ന് കുർബാന ചൊല്ലി. പിന്നീടാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിൽ പോലീസിനെ വിളിച്ചു അറസ്റ്റ് ചെയ്യിച്ചു. ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാമാന്യഗതിയിൽ ഇപ്പോൾ യാത്ര പോകുകയാണെങ്കിലും, ഒരച്ഛൻ യാത്ര പോകുകയാണെങ്കിൽ യാത്രക്കിടയിൽ കുർബാന അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതൊരു വൈദികനാണെന്ന് മെത്രാൻ, ഇപ്പോൾ ഫാദർ വർഗീസ് പാലത്തിങ്കൽ ഈ ഇരിഞ്ഞാലക്കുട രൂപതയിൽപ്പെട്ട അച്ഛനാണ്. അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ചത് ഇന്ന വർഷമാണ്, ഇന്ന മെത്രാനാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. അദ്ദേഹം പിന്നെ യാത്ര ഒരു പ്രത്യേക ആവശ്യത്തിന് പോകുകയാണ്. 3 മാസക്കാലം സങ്കല്പിക്കുക.
അപ്പോൾ ആ കാലയളവിൽ അദ്ദേഹത്തിന് ബലിയർപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമല്ലോ എന്ന് മെത്രാൻ എഴുതി പിതാവ് ഒപ്പിട്ട് സീൽ വെച്ച് ഡേറ്റ് വയ്ക്കും. 2023 ഓഗസ്റ്റ് മാസം ഇന്ന് 13. അപ്പം ഞാനിപ്പോഴും വൈദികനാണ്. 85-ലായിരുന്നു എൻ്റെ പട്ടം. ഇപ്പോഴും ഞാനൊരു വൈദികനാണ്. അധികാരമുള്ള ശിക്ഷകളൊന്നുമില്ലാത്ത ഒരു വൈദികനാണെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ പിതാവിൻ്റെ ആധികാരികമായിട്ട് അധികാരപത്രം അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഡേറ്റ് വന്നിട്ടുണ്ട്. ഡേറ്റ് 2023 ഓഗസ്റ്റ് 13, ഏറ്റവും ലേറ്റസ്റ്റ്. ഇന്ന് ഞാൻ അച്ഛനല്ല എങ്കിൽ പിതാവ് അത് എഴുതില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ID പ്രൂഫ് മനുഷ്യൻ, നമ്മൾ ചിലപ്പോൾ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അയ്യോ ഒരു ഗ്ലാസ് വെള്ളം വേണം, മനസ്സിലായില്ലല്ലോ ഞാൻ അങ്ങ് കൊയിലാണ്ടിൽ നിന്ന് വരുന്നതാ, എന്തുവാ. അപ്പോൾ ഒന്ന് ഇടപെട്ട് സംസാരിച്ച് വരുമ്പോൾ ശരി ചെമ്പ് എന്തായാലും പുറത്ത് ആകും, തെളിയും എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ക്രിസ്തീയ വിശ്വാസികളെല്ലാവരും മാമോദീസ സേവനത്തിലൂടെ നമ്മൾ രാജകീയ പൊതു പൗരത്വം സ്വീകരിച്ചു. പിന്നെ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ശുശ്രൂഷ പൗരോഹിത്യം, സഭയിൽ പ്രത്യേകമായിട്ട് ശുശ്രൂഷകൾ അർപ്പിക്കുക. എന്താണ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ? ബലിയർപ്പിക്കാനും ഉദാശകൾ പരികർമ്മം ചെയ്യാനും മറ്റ് പിന്നെ സഭാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുവാനുമുള്ള ആധികാരികമായി തിരഞ്ഞെടുക്കപ്പെട്ട ചുമതലപ്പെട്ട നിയോഗിക്കപ്പെട്ട വ്യക്തികൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടൈറ്റിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്, അവരുടെ അവകാശങ്ങൾ. എന്താ പറയുന്നത്? ദ ചർച്ച് ദ canons list right, duties, privileges from the human dignity and rebirth in baptism. മാമോദീസയിലൂടെ ഒരു പുതുജന്മം വഴിയാണ് ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത്. The obligation of the Christian faith to maintain communion with the church, need for daily life holiness in all circumstances of life. ഇപ്പോൾ സഭയുമായി ഐക്യത്തിലാകുക, വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക, ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. See, to respect the rights of others. എൻ്റെ അവകാശം മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. We need one so rights at the competent forum to witnesses to the divine message where are highlighted. അപ്പോൾ ഈ ഡിവൈൻ മെസ്സേജ്, രക്ഷയുടെ സന്ദേശം ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സാക്ഷികൾ ആകുക. അപ്പോൾ പൊതുവായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ്. രണ്ടാമത്തെ ടൈറ്റിൽ ഇപ്പോൾ നമ്മൾ 26 കാനോന ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ടൈറ്റിൽ 27 മുതൽ 41 വരെ കാനോനകളാണ്. സംക്ഷിപ്തം ചുരുക്കമായിട്ട് ആ ടൈറ്റിൽ എന്താണ്? ചർച്ചസ് സൂയി യൂരിസ് ആൻഡ് റൈറ്റ്സ്. കണ്ടോ? സ്വയാധികാര സഭകളും. ആ റൈറ്റ് എന്ന് പറയുന്നത് റീത്തല്ല, അത് പൈതൃകം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് താഴെ അറിയില്ല. റീസ് റിക്വയർമെൻറ്റ്സ് ഫോർ എൻറോൾമെൻറ്റ് ചർച്ചസ് യൂരിസ്. എൻറോൾമെൻറ്റ്, എനിക്കൊരു സഭയിൽ എങ്ങനെ അംഗത്വം കിട്ടും, മെമ്പർഷിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പല ചർച്ചസ് യൂരിസ്, ഏതെല്ലാം ചർച്ച നമ്മൾ കണ്ടല്ലോ. പാത്രിയാർക്കൽ സഭകൾ, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ, മെത്രോപൊൾ, മറ്റ് സ്വയാധികാര സഭകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നു പൊതുവായിട്ട്. A significant point is that even if Christian people are entrusted to bishops and priests of another church or units for pastoral care, they continue to be members of their own churches everywhere in the world. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രാമനാഥപുരം രൂപത അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന വിശ്വാസികൾ, സീറോ മലബാർ വിശ്വാസം, എല്ലാവരും ആ രൂപതക്കാരല്ല. അതുമല്ല എങ്കിൽ സീറോ മലബാർ വിശ്വാസികൾ അവിടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂർ രൂപത അതിർത്തിക്കുള്ളിൽ താമസിക്കുന്നു, ലത്തീൻ രൂപത. അപ്പോൾ ആ ലത്തീൻ രൂപതയിൽ ആ അതിർത്തി താമസിക്കുകയാണെങ്കിലും അവിടുത്തെ കുദാശകളും സ്വീകരിക്കുകയും കുർബാന പങ്കെടുക്കുകയും ചെയ്യുകയാണെങ്കിലും എൻ്റെ ആത്മീയ കാര്യങ്ങൾ അവിടുത്തെ രൂപത മെത്രാനിലൂടെ അവിടുത്തെ വൈദികനിൽ നിന്ന് എനിക്ക് ആത്മീയ കാര്യം ചെയ്ത് കിട്ടുമ്പോൾ ദാറ്റ് ഇസ് എ പാസ്റ്ററൽ കെയർ.
അജപാലനപരമായിട്ടുള്ള ആവശ്യങ്ങൾ എനിക്ക് അവിടെ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ ഒരു സീറോ മലബാർകാരനാണ്. ബൈ റീബർത്ത് മീൻസ് ബൈ ബാപ്റ്റിസം ഞാൻ സീറോ മലബാർ സഭയിൽ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. അത് എൻ്റെ ആ രൂപതയിൽ നിന്ന് ഞാൻ എവിടെ പോയാലും ഏത് ദുനിയാവിൽ ചെന്നാലും ചന്ദ്രനിൽ പ്രത്യേക പേടകത്തിൽ കയറി പോകാൻ അവസരം ഉണ്ടായാലും ഞാൻ സീറോ മലബാറുകാരനാണ്. എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുക, ഇന്ന് ഇവിടെ പാലക്കാട് രൂപതയിൽ ഈ നെഹേമിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് റിലീജിയസ് സ്റ്റഡീസ് എന്നുള്ള ഈ സ്ഥാപനത്തിൽ നമ്മൾ ഏതാനും ദിവസങ്ങൾ ഇവിടെ കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. നമ്മൾ ഇവിടുത്തെ മെമ്പറല്ല, ഇനി ലത്തീൻ സഭയുടെ ഒരു സ്ഥാപനം എന്ന് വിചാരിക്കുക. അപ്പോഴും നമ്മുടെ സീറോ മലബാർ സഭയുടെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുന്നില്ല തൽക്കാലത്തേക്ക്. ഞാൻ കോട്ടയത്ത് 7ാമത്തെ കൊല്ലമാണ്. ഞാൻ പക്ഷേ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. ഇപ്പം ഇന്നിവിടെ ബലിയർപ്പിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, മധ്യസ്ഥ പ്രാർത്ഥന മാർപ്പാപ്പ, മേജർ ആർച്ച് ബിഷപ്പ്, അതിരൂപത മെത്രാപ്പൊലീത്ത, പിന്നെ നമ്മുടെ രൂപത മെത്രാൻ. പേരുകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇരിഞ്ഞാലക്കുട ചെല്ലുകയാണെങ്കിൽ പോലിക്കണ്ണു കഴിപ്പിതാവിൻ്റെ പേരേ പറയുള്ളൂ. കോട്ടയത്ത് ഞാൻ കുർബാന ചൊല്ലുമ്പോൾ അവിടുത്തെ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തയുടെ പേരാണ് അവിടെ പറയുക. ആ ഇടവക അതിർത്തിയിൽ, രൂപത അതിർത്തിക്കുള്ളിലാണ് സെമിനാരി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മേലധ്യക്ഷൻ്റെ സ്ഥലത്ത് മേലധ്യക്ഷൻ്റെ പേര്, ഇവിടെ പീറ്റർ കൊച്ചുമുരിക്ക പിതാവിൻ്റെ പേര് എടുത്ത് പറയുന്നു. അപ്പോൾ ദ പാസ്റ്ററൽ കെയർ നമ്മളെവിടെയാണോ അവിടെ നിന്ന് നമുക്കത് സ്വീകരിച്ചാലും നമ്മൾ മാമോദീസ ശിവനത്തിനോ ഏത് സഭയിൽ അംഗമായിരിക്കുന്നു അവിടുത്തെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുന്നില്ല. ആ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ടൈറ്റിൽ ശീർഷകമാണ് നമ്മൾ കണ്ടത്. ഇനി മറ്റൊരു പ്രത്യേകത, നെക്സ്റ്റ് ലൈൻ, ദ പാട്രിമണി ഓഫ് ദ ഇൻഡിവിജ്വൽ ചർച്ചസ് ഈസ് പാർട്ട് ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സൽ ചർച്ച് ബിക്കോസ് ഇറ്റ് വാസ് ഹാൻഡ് ഡൗൺ ഫ്രം ദ അപ്പോസ്റ്റൽസ് ത്രൂ ദ ഫാദേഴ്സ്. നമ്മൾ പാട്രിമണി എന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ പറയുണ്ടായി. പൈതൃകം നമ്മുടെ പൈതൃകം എവിടുന്നാണ് നമുക്ക് കിട്ടിയത്? എവിടുന്നാ? ഉറക്കെ പറഞ്ഞാൽ കേൾക്കാം. നമ്മുടെ പൈതൃകം കിട്ടിയത് എവിടുന്നാ? ആദിമസഭയ്ക്ക് എവിടുന്ന് കിട്ടി? റോമിന്ന്. നമ്മുടെ പൈതൃകം എവിടുന്ന് തുടങ്ങി? യഹൂദരിൽ നിന്നോ? യഹൂദർക്ക് എവിടുന്ന് കിട്ടി? റോമിൽ നിന്ന് കിട്ടിയ? എവിടെ നിന്നാണ് തുടക്കം നമ്മുടെ പൈതൃകം? ചേട്ടൻ ദൈവരാജ്യത്ത് വളരെ അകലെയല്ല. എല്ലാ അപ്പസ്വലന്മാരുടെയും പൈതൃകം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? തോമാശ്ലീഹായിലൂടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം ഉത്തിതനായ യേശു ക്രിസ്തുവിനെ നേരിട്ട് അടുത്തറിഞ്ഞ് തൊട്ട് അനുഭവിച്ചറിഞ്ഞ ആ തോമാശ്ലീഹ കൊളുത്തിവെച്ച വിശ്വാസദീപം തലമുറയായി കൈമാറി വിശ്വാസത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ആ പൈതൃകം ഇന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ പൈതൃകം തോമാശ്ലീഹ ഒരു അപ്പസ്തോലനാണ്. ഈ അപ്പസ്തോലൻ ആരാ? ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ 12 ശ്ലീഹാന്മാരിൽ ഒരാളാണ്. അപ്പോൾ അവിടെ ദ പാട്രിമണി ഓഫ് ദ ഇൻഡിവിജ്വൽ ചർച്ചസ്, നമ്മളുടെ സ്വയാധികാര സഭ സീറോ മലബാർ, ഈ സ്വയാധികാര സഭയുടെ പൈതൃകം തോമാശ്ലീഹ അപ്പസ്തോലിൽ നിന്ന് കിട്ടിയതാണ്. ഇൻഡിവിജ്വൽ ചർച്ച് പാർട്ട് ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സൽ ചർച്ച്. ഇത് സീറോ മലബാർ സഭയുടെ ആണ് എങ്കിൽ പോലും സാർവത്രിക കത്തോലിക്ക സഭയുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ബിക്കോസ് handed down from the apostles through the fathers
തോമാസ് അപ്പസ്തോലനാണ്. ഈ അപ്പസ്തോലൻ നമ്മുടെ മാത്രം സ്വകാര്യ സ്വത്തല്ല. യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായതുകൊണ്ട് ആ ഒരാൾ ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു. ആ തോമാസുകാട് നമുക്ക് ലഭിച്ച ആ പൈതൃകം അത് കേരളത്തിലുള്ള സീറോ മലബാറുകാരോ അതുമല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ഒരു ഗ്ലോബൽ സീറോ മലബാർ സഭയ്ക്ക് മാത്രമുള്ള സങ്കുചിതമായിട്ടുള്ള ഒരു സ്വകാര്യ സ്വത്തല്ല. അത് സാർവജനിക കത്തോലിക്കാ സഭയുടെ പൊതു സ്വത്താണ്. കാരണം സ്ത്രീഹന്മാരിലൂടെയാണ് കൈമാറി കിട്ടിയത്. റോമിലാണെങ്കിൽ വിശുദ്ധ പത്രോസാണ് സുവിശേഷം പ്രസംഗിച്ച് സാക്ഷിയായത്. അപ്പോൾ പത്രോസ് ശ്ലീഹായിട്ട് ലഭിച്ച ആ പൈതൃകം അത് റോമാക്കാർക്ക് മാത്രമല്ല, സീറോ മലബാർക്കാർക്ക് കൂടെ അവകാശപ്പെട്ട പൈതൃകമാണത്. കാരണം അപ്പസ്തോലൻ ഒരു സ്വയാധികാര സഭയുടെയും പൈതൃകം സാർവജനിക കത്തോലിക്ക സഭയുടെ പൊതു പൈതൃകമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, മറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാർവജനിക കത്തോലിക്ക സഭയുടെ ഭാഗമാണ്, നമ്മൾ സ്വയാധികാര സഭയാണ്. സ്വയാധികാര വ്യക്തിഗത സഭ സാർവജനിക കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെട്ടത് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ തോമാസ് ശ്ലീഹ നമ്മുടെ അടുത്ത് വന്നു, സുവിശേഷം പ്രസംഗിച്ചു, സഭയ്ക്ക് രൂപം കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ്. മൂന്നാമത്തെ ടൈറ്റിൽ ദ സുപ്രീം അതോറിറ്റി ഓഫ് ദ ചർച്ച്, കാനൻസ് 42 മുതൽ 54 വരെ. സുപ്രീം അതോറിറ്റി വളരെ സംക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. സുപ്രീം അതോറിറ്റി, പരമാധികാരം. ആരാ പരമാധികാരം? സഭയുടെ പരമാധികാരത്തെക്കുറിച്ച് പറയുന്ന സംഭവം ദ സ്പിരിറ്റ് ഓഫ് ദ സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിൽ ഡീൽ വിത്ത് ദ സുപ്രീം പോണ്ടിഫിക്കൽ കോളേജ് ഓഫ് ബിഷപ്സ്. മാർപ്പാപ്പയോട് ഐക്യപ്പെട്ട് കഴിയുന്ന ബിഷപ്സ്, ലോകം മുഴുവൻ മെത്രാന്മാരും. ദ പവർ ഓഫ് ദ റോമൻ പോണ്ടിഫ്. എന്താണ് ആ പവർ? വിക്കർ ഓഫ് ക്രൈസ്റ്റ്, പാസ്റ്റർ ഓഫ് ദ ചർച്ച്, സുപ്രീം. മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ വികാരിയാണ്. കൂടാതെ സാർവജനിക കത്തോലിക്കാ സഭയുടെ ഇടയനാണ്, പരമാധികാരിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ അവകാശങ്ങളും അധികാരങ്ങളുണ്ട്. പവർ. ദ കോളേജ് ഓഫ് ബിഷപ്പ് എക്സസൈസ് പവർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ചർച്ച് സോളംലി വെൻ അത് എക്യുമെനിക്കൽ കൗൺസിൽ. അപ്പോൾ അങ്ങനെ വരുന്നു. ഇവിടെ റൈറ്റ്സ് ആൻഡ് പ്രൊവിഡൻസ് കോളേജ് ഓഫ് കാർഡിനൽസ് റോമൻ കൂരിയ, അതേക്കുറിച്ചൊന്നും നമ്മളുടെ കോഡിൽ പറയുന്നില്ല. പക്ഷെ അതിന് വേറെ ഒരു തിരുവെഴുത്തുന്ന പാസ്റ്റർ ബോനുസ് റോമൻ കൂരിയയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതാണ്. ഓക്കെ, നാലാമത്തെ ടൈറ്റിൽ പേട്രിയാർക്കൽ ചർച്ചസ്. നമ്മൾ പറഞ്ഞല്ലോ പാത്രിയാർക്കൽ സഭകളാകെ എത്ര എണ്ണമുണ്ട്? 23 എണ്ണം. പാത്രിയാർക്കൽ സഭകൾ എത്ര? 6 എണ്ണം. ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതല്ലേ. പാത്രിയാർക്കൽ സഭകൾ നമുക്ക് ഈ കോപ്റ്റിക് പാത്രിയാർക്കൽ സഭ, പിന്നെ ഈ സിറിയൻ പാത്രിയാർക്കൽ സഭ, മാറോണി പാത്രിയാർക്കൽ സഭ, ആർമേനിയൻ പാത്രിയാർക്കൽ സഭ, മെൽക്കായിട്ട് പാത്രിയാർക്കൽ സഭ, കൽദായ പാത്രിയാർക്കൽ സഭ. 6 പാത്രിയാർക്കൽ സഭകളുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള പാത്രിയാർക്കൽ സഭകളുടെ ഭരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ശീർഷകമാണ് പേട്രിയാർക്കൽ ചർച്ചസ്, 55 മുതൽ 150 വരെ. ഈ കാര്യങ്ങളെക്കുറിച്ച് ലത്തീൻ നിയമത്തിൽ പ്രതിപാദിക്കുന്നില്ല. ഇത് പൗരസ്ത്യ സഭകളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള പൈതൃകമാണത്. പേട്രിയാർക്കൽ ചർച്ചസ്, എ പേട്രിയാർക്ക് വിത്ത് സിനഡ് ഓഫ് ബിഷപ്സ് ആണ് ആ എക്ലേസിയൽ ഗവർണൻസ്, സഭാഭരണം നടത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ദ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചസ്. കണ്ടോ, അവിടെ പറയുന്നത് വാട്ട് എവർ സെറ്റ് ഇൻ കോമൺ ലോ കൺസിഡറിംഗ് പേട്രിയാർക്കൽ ചർച്ചസ് ഓർ പേട്രിയാർക്സ് ആർ ആപ്ലിക്കബിൾ ടു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചസ്. അപ്പോൾ പാത്രിയാർക്കൽ സഭകളെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും അത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾക്കും ബാധകമാണ്. സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ്. പിന്നെ എന്താ വ്യത്യാസം? ആകെ പാത്രിയാർക്കൽ സഭ എന്ന് പറയുമ്പോൾ, മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുമ്പോൾ ആകെയുള്ള വ്യത്യാസം, മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പ് സാധുവാകണമെങ്കിൽ തിരഞ്ഞെടുത്ത വിവരം മാർപ്പാപ്പയെ അറിയിക്കണം. മാർപ്പാപ്പയുടെ അംഗീകാരത്തോടു കൂടെ ഇതിന് ഭരണം ഏറ്റെടുക്കാൻ പാടുള്ളൂ.
കൺഫർമേഷൻ അപ്രൂവൽ. എന്നാൽ പാത്രിയാർക്കൽ സഭയിൽ പാത്രിയാർക്കിസിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അപ്രൂവലിൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സെൽഫ് റൂൾ ഓട്ടോണമി എന്നുള്ള ഇതാണ്. പക്ഷേ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു അറിയിപ്പ് എന്ന നിലയിൽ ഇൻഫോം ചെയ്യാം. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കാര്യം, മേജർ ആർച്ച് ബിഷപ്പും പാത്രിയാർക്കീസും ഉൾപ്പെടുന്ന ഒരു സമൂഹ ബലി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പാത്രിയാർക്കീസ് വന്നിരിക്കുന്നു, ഒരു മേജർ ആർച്ച് ബിഷപ്പ് വന്നിരിക്കുന്നു, നമ്മുടെ തൃശ്ശൂർ മെത്രാപ്പോലീത്തും വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ രൂപത മെത്രാനുമുണ്ട്, റിട്ടയർ ചെയ്ത മനത്തോടത്ത് പിതാവും കൂടെയുണ്ട്. ആരും മുഖ്യ കാർമ്മികൻ? അടി കൂടോ അവർ? എനിക്കും മുഖ്യ കാർമ്മികനാകണമെന്ന് പറയോ? ആരെ വേണ്ടേ? പീറ്റർ. തെറ്റിപ്പോയി. അവിടെയാണ് പ്രശ്നം. പാത്രിയാർക്കീസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, പാത്രിയാർക്കീസിനാണ് ദ പ്രീസിഡൻസ്. മറ്റ് ഉള്ള ബാക്കി ഇവിടെ മേജർ ആർച്ച് ബിഷപ്പുണ്ട്. മേജർ ആർച്ച് ബിഷപ്പിനേക്കാളും ഒരു ടൈറ്റിൽ, അധികാരം, സ്ഥാനം അത് പാത്രിയാർക്കീസിനാണ്. ഒരു സമൂഹ ബലി ആണെങ്കിൽ അതിൽ മുഖ്യ കാർമ്മികൻ പാത്രിയാർക്കീസ് ആയിരിക്കും. പാത്രിയാർക്കീസ് ഇല്ല എങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ്. ഇനി മേജർ ആർച്ച് ബിഷപ്പിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ അത് മെത്രാനെ, സ്ഥാനത്തെ മെത്രാനെ ഏൽപ്പിക്കാം, മറ്റ് മെത്രാപ്പോലീത്തായെ ഏൽപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ക്രമമുണ്ടല്ലോ: പാത്രിയാർക്കീസ്, മേജർ ആർച്ച് ബിഷപ്പ്, മെത്രാപ്പൊലീത്ത, മെത്രാൻ. അങ്ങനെയാണ് ആ സ്ഥാനത്തിൻ്റെ പ്രോട്ടോക്കോൾ, അതിൻ്റെ ക്രമം. മനസ്സിലായത്? അപ്പോൾ ചെറിയ വ്യത്യാസമാണ് ഈ സഭകൾ തമ്മിൽ ഉള്ളത്. അത് ഫോർ യുവർ ഇൻഫർമേഷൻ. അപ്പോൾ എലക്ഷൻ ഓഫ് മേജർ ആർച്ച് ബിഷപ്പ് റിക്വയർസ് കൺഫർമേഷൻ ഫ്രം ദ സുപ്രീം പോയിൻറ്റീവ്. കണ്ടോ? വൈൽ ദ എലക്ഷൻ ഓഫ് എ പേട്രിയാർക്ക് is only notified, this tradition is done also to other patriarchs. മറ്റ് പാത്രിയാർക്കീസുമാരും അറിയും. എന്ത് ആകാനായിട്ട്? ഇപ്പം നമ്മുടെ കത്തോലിക്ക സഭയിൽ ഈ 6 പാത്രിയാർക്കീസുമാരാണ് ഉള്ളത്. സഭയുടെ ഉത്ഭവം, വളർച്ച, സഭയുടെ സാമൂഹ്യ അല്ലെങ്കിൽ ആത്മീയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് പുതിയ പാത്രിയാർക്കീസുമാരുണ്ടാകാം. നമ്മുടെ സീറോ മലബാർ സഭ 1-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ 20 നൂറ്റാണ്ടുകൾ, 2000 വർഷം മുമ്പ് ഉണ്ടായ സഭയാണ് നമ്മുടേത്. പക്ഷേ പല്ലൊഴിഞ്ഞിട്ട് നേരമുണ്ടോ എന്ന് പറഞ്ഞാൽ എപ്പോഴും പല്ലും പക്കണം വരുമ്പോൾ വളർച്ച മുരടിക്കുക. മച്യൂരിറ്റി ആയിട്ടില്ല, പക്വതയായിട്ടില്ല. പക്വതയാണെങ്കിൽ ചിരി വീട്ടിൽ ബഹളം വയ്ക്കുമ്പോൾ പിള്ളേർ തമ്മിൽ തല്ലുന്നു, ബഹളമായി, അപ്പൻ അല്പം നിശബ്ദത പാറ്റി അവർ തന്നെ തല്ലി തീർക്കട്ടെ. അവിടെ ഒരാൾ 16 മക്കളുള്ള ഒരു ആളെ കുറിച്ച് പറഞ്ഞില്ലേ, ക്ലാസ് പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു ആ ആളോട്, വീട്ടിൽ അച്ചടക്കം എങ്ങനെയുണ്ട്, ഡിസിപ്ലിൻ? പിള്ളേർ തമ്മിൽ ബഹളമായിരിക്കുമല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞത്, ഇഷ്ടംപോലെ വഴക്കും വക്കാനും വടിതല്ലും തർക്കങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇടപെടില്ല, ഭാര്യയും ഇടപെടില്ല, അവരായിട്ട് തുടങ്ങി അവരായിട്ട് തന്നെ അത് അവസാനിപ്പിക്കട്ടെ, ഞങ്ങളത് ശ്രദ്ധിക്കും. ഒരു അഭിപ്രായവും അപ്പനും അമ്മയും പറയില്ല. അവർ തന്നെ, അതിന് ചേട്ടനും മൂത്തവരും അനിയനും കൊച്ചുപോലും എല്ലാവരും ഉണ്ടല്ലോ, അവരായിട്ട് തന്നെ അത് അവസാനിപ്പിക്കാം. നമ്മൾ ഇടപെട്ട് കൊളാക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്കൊരു ഉത്തരവാദിത്വ ബോധം വരും. അവർക്ക് എങ്ങനെ പെരുമാറണമെന്നുള്ള ഒരു ചിട്ട കൂടി ഉണ്ട്. എങ്ങനെയാണ് അപ്പൻ അമ്മ വീട്ടിലെങ്ങനെ പെരുമാറുന്നു, ഒരു അതിഥി വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കുന്നു, കുടുംബ പ്രാർത്ഥന സമയത്തിനുണ്ടോ, വീട്ടിൽ അച്ചടക്കമുണ്ടോ, തൊട്ട അയൽപക്കത്തുള്ള അയൽവാസികളായിട്ട് ബന്ധം എങ്ങനെയാണ്, പള്ളിയിൽ പോക്കുണ്ടോ, പള്ളിയിൽ പോകുമ്പോഴും വരുമ്പോഴും ആളുകളായിട്ട് ഇടപഴകുന്നത് എങ്ങനെ, ഇതൊക്കെ കണ്ടും കേട്ടും നോക്കിയും ഒക്കെ മനസ്സിലാക്കുന്ന മക്കൾ എങ്ങനെയാണ് അച്ചടക്കത്തോടു കൂടെ ഒരു റൂൾ ഓഫ് കോണ്ടക്റ്റ്, പാറ്റേൺ ഓഫ് ബിഹേവിയർ ഒന്നും അടിച്ചേൽപ്പിക്കണ്ട. മുതിർന്നവരും പ്രായമുള്ളവരും നമ്മുടെ മാതാപിതാക്കളും അവരെ പെരുമാറുന്ന ആ വിധം അത് അവരുടെ മനസ്സിൽ
ശരിക്കും മെഴുകിൽ തെളിഞ്ഞ് പതിയുന്ന പോലെ അവരെ സ്വാധീനിക്കും. വടിയെടുക്കണ്ട, പറഞ്ഞ് ശകാരിക്കണ്ട, ശാസിക്കണ്ട, അങ്ങനെ അവരും നന്നായിട്ട് പെരുമാറുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 16 മക്കൾ എങ്ങനെ കൊണ്ടു നടക്കും? ഓക്കെ. അപ്പോൾ അധികാരം, അപ്പോൾ പാത്രിയാർക്കീസ് എന്നുള്ള രീതിയിൽ നമ്മുടെ സീറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണല്ലോ, അത് പാത്രിയാർക്ക് സഭ ആകാൻ നമ്മുടെ സിനഡ് തീരുമാനിച്ച് അതിനുള്ള അപേക്ഷ റോമിൽ സമർപ്പിച്ചിട്ടുണ്ട്. 1980 തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. 43 കൊല്ലമായി. പല കാരണങ്ങളാൽ ഇപ്പം അടുത്തും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ആകും. നമുക്ക് അവകാശപ്പെട്ടതാണ്. കാരണം എന്തുമാത്രം ഇന്ന് പൗരസ്ത്യ സഭയിലെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ, ഇതിൽ 2ാം സ്ഥാനം സീറോ മലബാർ സഭയ്ക്കാണ്. 1 യുക്രൈനിയൻ സഭ ഫസ്റ്റ്. അപ്പോൾ അംഗസംഖ്യ ഒരു 50,000 വ്യത്യാസമുള്ളൂ. നമ്മളൊരു 50 ലക്ഷം, അവർ 55 ലക്ഷം, അത്രയേ ഉള്ളൂ. പക്ഷെ അവരെക്കാളും ദൈവവിളിയും മറ്റെല്ലാ പിന്നെ സഭാപ്രവർത്തനങ്ങളും ഒക്കെ, ഏറ്റവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും മിഷൻ പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതൽ നമ്മുടെ സീറോ മലബാർ സഭയിലാണ്. പക്ഷേ ഇവരൊരു ആഭ്യന്തര കലഹങ്ങളും ഭിന്നതകളും ഐക്യമില്ലായ്മയും അനൈക്യവും ഇതൊക്കെ ഒരു എതിർ സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് നമുക്ക് തക്ക സമയത്ത് തീർച്ചയായിട്ടും ഒരു പാത്രിയാർക്കൽ മാർപ്പാപ്പ കഴിഞ്ഞ അടുത്ത സ്ഥാനം പാത്രിയാർക്കിനാണ്. ഇപ്പം നമ്മുടെ സഭയ്ക്ക് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പാണല്ലോ, അത് പാത്രിയാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രി കൂടി അധികാരങ്ങൾ പാത്രിയാർക്ക് സഭകൾക്കും മേജർ ആർച്ച് സഭകൾക്കും എല്ലാം തുല്യമായ കാനൂനികമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അടുത്തത് മെട്രോപൊളിറ്റൻ ചർച്ചസ് ആൻഡ് അതർ ചർച്ചസ് സൂയൂരീസ്, മെട്രോപൊളിറ്റൻ സഭ. ഇപ്പോൾ സീറോ മലങ്കര സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ്. അത് അതിനു മുൻപ് അത് 2005 ആയത്. നമ്മുടെ 1992 2005 മലങ്കര സഭ ആയപ്പോൾ അതുവരെ അവർ മെട്രോപൊളിറ്റൻ ചർച്ച് സൂയൂരീസ് ആയിരുന്നു. അവിടെ സിനഡല്ല, കൗൺസിൽ ഓഫ് ഹൈറാർക്സ്, കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത് മെട്രോപൊളിറ്റൻ. അപ്പോൾ ഈ മെട്രോപൊളിറ്റൻ അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നു മെട്രോപൊളിറ്റൻ. അപ്പോൾ മെട്രോപൊളിറ്റൻ സൂയൂരീസ് ചർച്ച് എന്ന് അതിനെ പറയുന്നു. അടുത്ത ടൈറ്റിൽ എപ്പാർക്കീസ് ആൻഡ് ബിഷപ്സ്. എപ്പാർക്കി പൗരസ്ത്യ നിയമത്തിൽ എപ്പാർക്കി എന്ന് പറയും, ലത്തീൻ നിയമത്തിൽ ഡയോസിസ് എന്ന് പറയും. ഇവിടെ നെഹേമിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് റിലീജിയസ് സ്റ്റഡീസ് ബോർഡ് എഴുതി വെച്ചിട്ടില്ലേ, എന്നിട്ട് രൂപതയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിരിക്കുന്നത് അത് തെറ്റാണ്. നിയമപരമായിട്ട് കാനോൻ നിയമം അനുസരിച്ച് എപ്പാർക്കി ഓഫ് പാലക്കാട്ട് നിന്നാണ് വേണ്ടത്. ഇവിടെ ഡയോസിസ് ഓഫ് പാലക്കാട്. മാരകമായ പാപമല്ല കേട്ടോ, പക്ഷേ ആ ടെർമിനോളജി പൗരസ്ത്യ സഭയുടെ ടെർമിനോളജി വെച്ച് എപ്പാർക്കി ഓഫ് പാലക്കാട്, ഡയോസിസ് അല്ല. ലത്തീൻകാരാണ് ഡയോസിസ്. അത് ആ പാരമ്പര്യത്തിൻ്റെ വ്യത്യാസം കാണിക്കുന്നത് മാത്രം. ഇനി നോക്കൂ, തിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് അണ്ടർലൈൻ ദ canons of eparchies and bishops are taken from the dogmatic council of church Lumen Gentium and the decree of bishops on the church Christus Dominus. 2ാം വത്തിക്കാൻ സുവർഗ്ഗദോസിൽ സഭയെക്കുറിച്ച് പറയുന്ന ജനതകളുടെ പ്രകാശം, അതാണ് ലൂമൻ ജെൻസിയം. സഭകളുടെ പ്രകാശം അല്ല, ജനതകളുടെ പ്രകാശം എന്നുള്ള ആ പ്രമാണരേഖയിൽ നിന്നാണ് ഈ രൂപതകളെക്കുറിച്ചും മെത്രാന്മാരെക്കുറിച്ചും ഒക്കെയുള്ള കാനോനുകൾ രൂപപ്പെട്ടത്. അതോടൊപ്പം തന്നെ ക്രിസ്തുസ് ഡോമിനുസ്, ദ ലോർഡ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ മെത്രാന്മാരുടെ ഓഫീസ്, അവരുടെ അധികാരവും അവരുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാനോൻ നിയമങ്ങൾ അത്
ഈ പിന്നെ രണ്ടാം വത്തിക്കാൻ സൂനദോസിൽ മെത്രാന്മാരെ കുറിച്ച് പറയുന്ന ആ പ്രമാണ രേഖയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് നമ്മുടെ കാനൂൻ നിയമ സംഹിതയിലെ 2 പ്രധാന സോഴ്സ്. ഒന്നാമത്തെ സോഴ്സ് ഈ ഡിക്രീസ് ഓഫ് ദ സെക്കൻഡ് വാറ്റിക്കാൻ കൗൺസിൽ. രണ്ടാമത്തെ സോഴ്സ് ഏൻഷ്യൻ ലോ, ദ ഫിഡലിറ്റി ടു ദ സേക്രഡ് കാനൻസ്, പരിശുദ്ധ കാനോനുകൾ, പഴയ സൂനദോസുകളുടെ. അപ്പോൾ അത് പഴയ സൂനകദോസുകളുടെ കാനോനുകളും പുതിയ സൂനകദോസായ രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ പഠനങ്ങളും പ്രബോധനങ്ങളും അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മുടെ ഈ പൗരസ്ത്യ സഭകളുടെ കാനൂൻ നിയമ സംഹിത രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റിലിൽ മെത്രാന്മാരെ കുറിച്ച് പറയുന്നിടത്ത് എന്തൊക്കെ വരുന്നുണ്ട്? എലക്ഷൻ ഓഫ് ബിഷപ്സ്, റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ്, co-adjutor bishop, auxiliary bishop, administration case of vacancy. കണ്ടോ എന്താ ഇതിന് മനസ്സിലായത്? എലക്ഷൻ ഓഫ് ബിഷപ്സ്, അപ്പോൾ മെത്രാന്മാരെ തിരഞ്ഞെടുപ്പ്, അവരുടെ അധികാര അവകാശങ്ങൾ. co-adjutor ബിഷപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്തുടർച്ചാവകാശമുള്ള മെത്രാൻ. പിന്നെ പറഞ്ഞു ഓക്സിലറി ബിഷപ്പ്, ചുമ സഹായ മെത്രാൻ. പീറ്റർ കൊച്ചുവരെ പിതാവ് ആദ്യം സഹായ മെത്രാനായിരുന്നു അല്ലേ? ഈ തിരുവനന്തപുരത്ത് പിന്നെ പലയിടത്ത് സഹായ മെത്രാന്മാരുണ്ട്. ചില സഹായ മെത്രാന്മാർക്ക് പിന്തുടർച്ചാവകാശം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രധാന മെത്രാൻ രാജിവെച്ചു അല്ലെങ്കിൽ വിരമിച്ചു, അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ട് ഒരു മെത്രാൻ, അതിന് പിന്തുടർച്ചാവകാശമുള്ള മെത്രാൻ എന്ന് പറയുന്നത്. സഹായ മെത്രാൻ നിർബന്ധമായിട്ടും പിന്തുടർച്ചാവകാശം കിട്ടണമെന്നില്ല, കാനൂനികമായിട്ടുള്ള വ്യത്യാസം അതൊക്കെ സിനഡ് തീരുമാനിക്കും. കൂടാതെ അതിൽ പറയുന്നു ഈ മെത്രാന് രൂപതാഭരണം നടത്താൻ സഹായിക്കുന്നതാണ് എപ്പാർക്കിൽ അസംബ്ലി, കൂരിയ, പ്രസ്ബിറ്റർ കൗൺസിൽ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരുടെ ഒരു സമിതി, പിന്നെ കോളേജ് ഓഫ് കൺസൾട്ടേഴ്സ് ആലോചനാ സമിതി, പാസ്റ്റർ കൗൺസിൽ. ഇവിടെ ആരെങ്കിലും പാസ്റ്റർ കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ടോ? രൂപതയിൽ രാമനാഥപുരം രൂപതയിൽ പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കൊള്ളാം. അപ്പോൾ രൂപത പാസ്റ്റർ കൗൺസിൽ ഒരു ആലോചന സമിതിയാണ്, കൺസൾട്ടേറ്റീവ് ബോഡി. എന്തോ മുൻപായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ അതിൽ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ടുള്ള അംഗീകാരം തീർച്ചയായിട്ടുമുണ്ട്. പാസ്റ്റർ കൗൺസിൽ അത് എക്സൊഫീച്ചിയോ ആകാം, പിന്നെ തിരഞ്ഞെടുപ്പിലൂടെ ആകാം, നാമനിർദ്ദേശത്തിലൂടെ ആകാം. അപ്പോൾ അതിനും നിയമങ്ങളുണ്ട്, സ്റ്റാറ്റ്യൂട്ട്സ്, ദ ലോസ് ആൻഡ് ഇന്റേണൽ നോംസ്. ആ സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരമാണ് ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ നടത്തുക. ഓക്കെ. പിന്നെ ഈ സെക്ഷനിൽ തന്നെയാണ് ഇടവകയെക്കുറിച്ചും ഇടവക വികാരിമാരെക്കുറിച്ചും അതുപോലെ രൂപതാ സിംഹാസനം ഒഴിവരുമ്പോൾ സീസ് വേക്കൻറ്റ്, അതേക്കുറിച്ചുള്ള നിയമങ്ങളൊക്കെ ഈ പറഞ്ഞ ശീർഷകത്തിലാണ്. അടുത്ത ശീർഷകം ടൈറ്റിൽ 8 എക്സാർക്കീസ് ആൻഡ് എക്സാർക്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്താത്ത, രൂപതയായിട്ട് വളരാത്ത, എന്നാൽ അതിന് സാധ്യതയുള്ള ഒരു സംവിധാനം, ഭരണ സംവിധാനമാണ് എക്സാർക്കി. നമുക്ക് കാനഡയിൽ ഇപ്പോൾ മിസിസാഗ രൂപതയുണ്ടല്ലോ, കല്ലുവേലി പിതാവാണ് അതിൻ്റെ രൂപത മെത്രാൻ. അതിപ്പോൾ രൂപതയാണ്. അത് രൂപതയാകുന്നതിന് മുമ്പ് ഒരു എക്സാർക്കേറ്റായിരുന്നു. അതിൻ്റെ എക്സാർക്ക് കല്ലുവേലി പിതാവ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഒരു രൂപതയായി. അപ്പോൾ എക്സാർക്ക് എന്നുള്ള ടൈറ്റിൽ മാറി രൂപത മെത്രാനായി നമ്മുടെ കല്ലുവേലി പിതാവും. വടക്കേ ഇന്ത്യയിൽ ഇന്നുള്ള മിക്കവാറും രൂപതകളെല്ലാം ആദ്യം എക്സാർക്കേറ്റുകളായിരുന്നു. പൂർണ്ണമായ വളർച്ച വരാത്ത, രൂപത ആകാത്ത സംവിധാനങ്ങൾ. അത് പിന്നീട് കാലാന്തരത്തിൽ സ്വതന്ത്ര രൂപതകളായിട്ട് മാറി. ഓക്കെ. അപ്പോൾ എക്സാർക്കീസ് അതായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ വരുന്ന ടൈറ്റിൽ 9 അസംബ്ലീസ് ഓഫ് ഹൈറാർക്സ്. അസംബ്ലീസ് ഓഫ് ഹൈറാർക്സ് ഓഫ് സെവറൽ ചർച്ചസ് സൂയൂരിസ്. ചർച്ച് സൂയൂരിസ് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക സ്വയാധികാര സഭകൾ. ഇനി അസംബ്ലീസ് ഓഫ് ഹൈറാർക്സ്.
ഹൈറാർക്ക് എന്ന് പറഞ്ഞാൽ മെത്രാൻ എന്ന് തന്നെ അർത്ഥമുണ്ട്, അതല്ലെങ്കിൽ മേജർ സുപ്പീരിയർ എന്നുള്ള അർത്ഥമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ മനസ്സിലാക്കി ലത്തീൻ സഭയുണ്ട്, സീറോ മലബാറുണ്ട്, സീറോ മലങ്കരയുണ്ട്, 3 സ്വയാധികാര സഭകളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ ഇന്ത്യയിലുള്ള 3 സ്വയാധികാര സഭകളിലെ മെത്രാന്മാർ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ പേരെന്താണ്? ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരും ഉൾപ്പെടുന്ന സമിതിക്ക് പറയുന്ന പേര് CBCI, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. കേരളത്തിൽ KCBC, കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ. CBCI അത് കോൺഫറൻസ്. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള 3 റീത്തുകളിൽപ്പെട്ട മെത്രാന്മാരെല്ലാം അതാണ് KCBC. ഇനി ഇന്ത്യയിൽ മൊത്തം വരുമ്പോൾ CBCI, മനസ്സിലായി? അപ്പോൾ അങ്ങനെ CBCI എന്ന് പറയുമ്പോൾ ഈ 3 റീത്തുകളിൽപ്പെട്ട സ്വയാധീന സഭയുടെ എല്ലാ മെത്രാന്മാരും 2 കൊല്ലം കൂടുമ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള പ്ലീനറി അസംബ്ലി കൂടാറുണ്ട്. ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അതിനുള്ള പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ, 3 സഭ പൊതു സ്വഭാവമുള്ള കാര്യങ്ങളെല്ലാം അവർ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ആണ് അവിടെ നമുക്ക് പറയുക. ദീസ് അസംബ്ലീസ് shall have their own statutes approved by the Roman Pontiff. Assemblies shall not take decisions on matters which exceed their competence and lack or force without approval of the Roman Pontiff. അപ്പോൾ ഇവിടെ CBCIയിൽ ആ മെത്രാന്മാർ ഒന്നിച്ചു കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ അതിന് മാർപ്പാപ്പയുടെ അപ്രൂവൽ വേണം. മനസ്സിലായോ? John Paul II encouraged such collaborative structures to strengthen and safeguard ecclesial communion. വിവിധ സ്വയാധികാര സഭകളാണെങ്കിലും ഈ 3 സഭകളിൽപ്പെട്ടവർ തമ്മിലുള്ള ഒരു ഐക്യം, ഒരു കമ്മ്യൂണിയൻ അത് ഉണ്ടാകണം, അത് സ്ട്രെങ്തൻ ചെയ്യണം, അത് നിലനിർത്തണം എന്ന് പരിശുദ്ധ മാർപ്പാപ്പ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ടൈറ്റിൽ, 10ാമത്തെ ടൈറ്റിൽ, നമുക്ക് 1546 കൺഫേം 400 പോലും തികഞ്ഞിട്ടില്ല. കണ്ടോ? 10ാമത്തെ ശീർഷകത്തിൽ ദ ക്ലെരിക്സ്. ക്ലെരിക്സ് എന്ന് പറയുമ്പോൾ ദ ക്ലെരിക്കൽ സ്റ്റേറ്റസ് എ സ്റ്റേറ്റസ് ഓഫ് മാൻ. അത് പുരുഷന്മാരുടെ ഒരു സംഗതിയാണ്. ഡിവൈൻലി കോൾഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ കോമൺ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്. കണ്ടോ? നമ്മളെല്ലാവരും മാമോദിസ സ്വീകരിച്ച പൊതു പൗരോഹിത്യമുള്ളവരാണ്. പക്ഷേ ഡിവൈൻലി കോൾഡ് ആയിട്ടുള്ള പ്രത്യേകം വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ചേർന്നിട്ടുള്ള പുരുഷന്മാർ, സ്ത്രീകളില്ല കേട്ടോ. വനിതാ പൗരോഹിത്യം ഇല്ല. 12, അതായത് ഓർക്കുക, യേശു ക്രിസ്തുവിൻ്റെ വികാരിയാണ് റോമ മാർപ്പാപ്പ. റോമ മാർപ്പാപ്പ പത്രോസിൻ്റെ പിൻഗാമിയാണ്. ഇനി മെത്രാന്മാർ മറ്റെല്ലാ ശ്രീഹന്മാരുടെ പിൻഗാമികളാണ്. 12 ശ്രീഹന്മാർ ഒരൊറ്റ വനിത പോലും ഇല്ല. ഈശോയുടെ അമ്മയോ, മഗ്ദലേന മറിയമോ, സലോമിയോ, ക്ലയോപാസിൻ്റെ ഭാര്യയോ ആരും ഈ പറഞ്ഞ ശ്രീഹന്മാരുടെ ഗണത്തിൽ ഈശോ എടുത്തില്ല. അത് ഒരു വിവേചനമല്ലേ? യൂണിഫോം സിവിൽ കോഡ് അന്ന് നിലവിൽ വരികയാണെങ്കിൽ അവിടെ സ്ത്രീ വിവേചനമല്ലേ? എന്ത് പറയുന്നു ടീച്ചർ? അത് വേറെ. അപ്പോൾ നമ്മുടെ ട്രഡീഷൻ, കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് വനിതകളെ പൗരോഹിത്യ ജീവിതാംശത്തിലേക്ക് ചേർക്കുന്ന ആ ശൈലിയല്ല. അത് അങ്ങനെയുണ്ടെങ്കിൽ യേശു തന്നെ ചെയ്യാമായിരുന്നല്ലോ. യേശു അത് ചെയ്തില്ല. ആ പാരമ്പര്യം നമ്മൾ തുടരുന്നു. ഇപ്പോഴും ചില ഫെമിനിസ്റ്റുകൾ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. എന്ത് ഞങ്ങൾക്കും പൗരോഹിത്യം സ്വീകരിച്ചാൽ അപ്പം നമുക്ക് കുടുംബത്തിൽ ഒരുപാട് ജോലിയുണ്ടല്ലോ. ഓരോരുത്തർക്കും അവരവർ റോൾ നന്നായി ചെയ്യട്ടെ. അപ്പോൾ
ചില ഏതൊരു മീറ്റിങ്ങിൽ പ്രതിയോഗത്തിനോ മറ്റെന്തോ ചർച്ച വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പ്രസവിച്ച് തോറ്റു, ഈ പുരുഷന്മാർ പ്രസവിക്കട്ടെ കുറച്ച് കാലം. റോള് വെച്ച് കൈമാറാൻ പറ്റുമോ? ഒരു സ്ത്രീ, ഒരു ഭാര്യ, ഒരു മാതാവ്, ഒരു കുടുംബിനി, അത് അവരുടെ ദൈവദത്തമായ റോളാണ്. പുരുഷൻ ഒരു ഭർത്താവ്, ഒരു പിതാവ്, കുടുംബനാഥൻ. ഇവിടെ കുടുംബനാഥ. അവർക്ക് അവരുടെ റോൾ, അവരുടെ റോൾ അനുസരിച്ച് ഇപ്പം എല്ലാവർക്കും പുരോഹിതനാകാൻ പറ്റുമോ? പുരോഹിതനാണെങ്കിൽ പുരോഹിത ജീവിതാന്തസ്സിന് കടമ നിർവഹിക്കുക. വിവാഹിതനാണ് എങ്കിൽ വിവാഹ ജീവിതാന്തസ്സിന് കടമ നിർവഹിക്കുക. നമ്മുടെ വിശുദ്ധീകരണത്തിനും രക്ഷ പ്രാപിക്കുന്നതിനും ഉള്ള നമ്മുടെ മാർഗം നമ്മുടെ ജീവിതാന്തസ്സിൻ്റെ കടമ നിർവഹിക്കുകയാണ്. അയൽക്കത്തെ പിന്നെ വീട്ടിലെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് രക്ഷ പ്രാപിക്കാൻ എനിക്ക് ദൈവം നിശ്ചയിച്ചു തരുന്ന എൻ്റെ ജീവിതാന്തസ്സിൻ്റെ കടമകൾ ഞാൻ നിർവഹിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലെറിക്സ്, അതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇവിടെ ഒരു നല്ലൊരു കാര്യം ഒന്ന് ഓർത്തിരിക്കാൻ, അതിൻ്റെ ഏകദേശം അവസാനത്തിൽ കണ്ടോ, പോപ്പ് ഫ്രാൻസിസ് ഇൻ ഹിസ് ഡോക്യുമെൻറ്റ് ഓൺ ദ ഗിഫ്റ്റ് ഓഫ് പ്രീസ്ലി വൊക്കേഷൻ. ഇന്ന് വൈദിക ദൈവവിളി കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ദൈവവിളിയെക്കുറിച്ച് മാർപ്പാപ്പ ദ ഗിഫ്റ്റ് ഓഫ് പ്രീസ്ലി ദാനം, ദൈവിക ദാനമാണ്. ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് ദ ക്ലെറിക്സ് ഷുഡ് അവോയ്ഡ് ടെംപ്റ്റേഷൻസ് ടൈഡ് ടു. ഒരു 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് വൈദികർക്കുള്ള വലിയ പ്രലോഭനങ്ങൾ മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് 2016 എത്ര ഇപ്പോൾ 7 കൊല്ലമായിട്ടുള്ളൂ. വൈദികർ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ ഒരു ടെംപ്റ്റേഷൻ, ആ ടെംപ്റ്റേഷന് 4 കാര്യങ്ങൾ അതിപ്പോൾ നമ്മൾ കാണും. ടു അവോയ്ഡ് ദ ടെംപ്റ്റേഷൻസ് ടൈഡ്, 1 ടു മണി, പണം, ധന സമ്പാദന ത്വര. പണം സമ്പാദിക്കുക, അത് നേർവഴിക്കോ വളഞ്ഞ വഴിക്കോ കുറുക്ക് വഴിക്കോ അതിനുള്ള പോംവഴികളോ അങ്ങനെയുണ്ട് അത്ര. അപ്പോൾ സമ്പത്തിനോടുള്ള അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം അത് ഉപേക്ഷിക്കണം. മാർപ്പാപ്പ പറയുന്നു. മാർപ്പാപ്പ ലോകം മുഴുവനുള്ള വൈദ്യരോട് പറയുന്നതാണ് കേട്ടോ. 2, അതോറിറ്റേറിയൻ എക്സസൈസ് ഓഫ് പവർ, അധികാരം സ്ഥാപിക്കാൻ, ആധിപത്യം സ്ഥാപിക്കാൻ, അടിച്ചേൽപ്പിക്കാൻ. അങ്ങനെ അച്ഛന്മാർ ചെയ്യുന്നുണ്ടോ? അധികാരം സ്ഥാപിക്കാൻ, അടിച്ചേൽപ്പിക്കാൻ അങ്ങനെയുണ്ടോ? ഉണ്ടോ ചേട്ടാ, അങ്ങനെയുണ്ടോ? അത് പണ്ടാരും പറഞ്ഞ പോലെ 2 കള്ളുടിയന്മാർ ഷാപ്പിൽ കയറി കള്ളു കുടിച്ച്, മരം വെട്ടുകാരാ, മരം വെട്ടി പിന്നെ സന്ധ്യ വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് പോരുന്ന വഴിക്ക് ഷാപ്പുണ്ട്. ഷാപ്പിൽ കയറി കള്ളു കുടിച്ച് ഇച്ചിരി ബോധമൊക്കെ ഒന്ന് മറഞ്ഞു. അപ്പോൾ ഈ പിന്നെ നടന്ന് ഇങ്ങനെ വരിക. അപ്പം നടന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ചോദിച്ചു, ഡാ, അപ്പം സന്ധ്യ കഴിഞ്ഞിട്ടോ, ഡാ അത് സൂര്യനല്ലേ? സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചു തുടങ്ങി. ഇവൻ പറയും ഇത് ചന്ദ്രനാണ്, അങ്ങേര് പറയും അത് സൂര്യനാണെന്ന്. തർക്കമായി. അവസാനം വീണ്ടും 3ാമതൊരു ഒരു ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ചുടാ ഇത് സൂര്യനാണോ ചന്ദ്രനാണോ? ഞാനീ നാട്ടുകാരനല്ല. ഈ വയ്യാവര് നമ്മുടെ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു വരും. അതുപോലെ അല്ല. അപ്പം ഇവിടെ മാർപ്പാപ്പ പറയുന്നു, അധികാരപ്രമത്തതയുള്ള ആ ശൈലി, അതിനുള്ള പ്രലോഭനം. 1 സമ്പത്ത്, 2 അധികാരം. അങ്ങനെയുണ്ടോ? കേസുകളുണ്ടോ? അങ്ങനെയുണ്ടോ? നമ്മുടെ രൂപതയിലോ എന്തൊക്കെയോ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ ഇല്ല അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ. അപ്പോൾ മാർപ്പാപ്പ പറയുന്നു,
അതോറിറ്റേറിയൻ എക്സസൈസ് ഓഫ് പവർ. ഇനി വിചാരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും, ഒരു വിചാരിച്ചൻ 4 പ്രാവശ്യം നടത്തും. ചെറിയൊരു കാര്യത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുന്ന അത് രജിസ്റ്ററിൽ നിന്ന് പകർത്തി തന്നാൽ മതി. നാളെ വാ. നാളെ വന്നു. അച്ചോ ഇന്നലെ വന്ന അവസരപ്പ എന്തേ വന്നേ? ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വന്നതാ. സർട്ടിഫിക്കറ്റ് ഇപ്പോഴോ? അത് ക്ലർക്ക് സ്ഥലത്തില്ലല്ലോ. നാളെ ഒരു 4 മണിക്ക് വരും. 4 മണിക്ക് വന്നു. അപ്പോൾ ക്ലർക്കുണ്ട്. അപ്പോൾ അച്ഛനില്ല. അച്ഛൻ വേണം ഇതിൽ ഒപ്പിടാനായിട്ട്. അപ്പം അച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്ത് ചെയ്യും? പങ്കപ്പാട് ഏറെ ഉണ്ടാ. പണ്ട് ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയിൽ ഒരു പ്രായം ചെയ്യുന്ന അച്ഛൻ വികാരിച്ചനാണ്, വലിയ പള്ളിയുടെ വികാരിച്ചനാണ്. അച്ഛനൊരു പെട്ടെന്ന് ദേഷ്യപ്പെടും. അപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ രാവിലെ കുർബാന കഴിഞ്ഞ് തട്ടുമുകളിൽ പിന്നെ കോടി കയറി അച്ഛനെ മുറിയുടെ അവിടെ ചെന്നു വളരെ വിനയത്തോടു കൂടെ, അച്ചോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ പോന്നെ? അച്ചോ മാൾക്കടെ വിവാഹം ഉറപ്പിച്ചു. അത് ഞാനിത് വേണം, നിന്നെ ഭർത്താവിനോട് ചെന്ന് പറയും. ഈ സ്ത്രീ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. കരഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഓഫീസിലെ ക്ലർക്ക് കണ്ടു. എന്തു പറ്റി? അച്ഛൻ ഒരു ചാട്ടം ചാടി. അച്ഛൻ ചാടിയോ? നീ രക്ഷപ്പെട്ടു. അതെന്തേ? ഈ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നീ ചെന്ന് മോറി. ഇനി ചെന്നാൽ പറ്റും കടിച്ചു തിന്നും. ഇല്ല, നീ പേടിക്കണ്ട. അച്ഛൻ ആദ്യം ഒരു ചാട്ടമേ ഉള്ളൂ, പിന്നെ എല്ലാം നോർമലാവും. അങ്ങനെ 5 അല്ല 10 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ പേടിച്ച് അരച്ച് വേച്ച് ചെന്ന് അച്ചോ ആരാ? അപ്പോൾ ശബ്ദത്തിൻ്റെ ടോണൊന്ന് കുറഞ്ഞു. അച്ചോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ മകളെ? ശൈലിയിൽ വന്ന മാറ്റം കണ്ടോ? അച്ചോ പാവപ്പെട്ട കുടുംബമാണ്, അഭിയാൻ ഒരു ജോലിയും ഇല്ലാതെ സുഖമില്ലാതെ വീട്ടിലിരിക്കുക. മോൾക്കൊരു കല്യാണം പ്രായം കുറയായി, ഒരാലോചന വന്നിട്ടുണ്ട്. കെട്ടിച്ചയക്കാൻ ഇച്ചിരി സ്വർണ്ണം എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒന്നുമില്ല അച്ചോ, സഹായിക്കണം. അച്ഛൻ വളരെ കാരുണ്യത്തോടു കൂടെ, എന്താ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഈ ഇടവകയിൽ എവിടെയെന്ന് ഭാഗത്താണ്? വീട്ടിലെ വരുമാനമോ അല്ലെങ്കിൽ ജോലി, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് വിവാഹ ആവശ്യത്തിനാണെന്ന് പറഞ്ഞപ്പോൾ നല്ല ഒരു സംഖ്യ അവൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു സഹായം ഈ അച്ഛൻ കൊടുത്ത് സന്തോഷമായിട്ട് യാത്രയാക്കി. എങ്ങനെയുണ്ട്? ആണെങ്കിൽ 100,000 കൂട്ടം കാര്യങ്ങളില്ല, പെട്ടെന്ന് ടെമ്പർ. അപ്പം ആദ്യം ഒരു ചാട്ടമുള്ളൂ, പിന്നെ ശാന്തമാകും. അപ്പം അത് കണ്ടറിഞ്ഞ് ഇപ്പം എപ്പോഴും അച്ഛൻ്റെ ഇങ്ങനെ ഈ മൂഡ് നോക്കി കാത്തിരിക്കാൻ പറ്റുമോ? ഇത് മൂഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ശൈലി മാറുന്നതനുസരിച്ച് എങ്ങനെ മനുഷ്യൻ ഇരിക്കും? അപ്പം അത് ഓരോ ശൈലി. അപ്പം അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞല്ലോ എക്സസൈസ്. മൂന്നാമത്തേത് റിജിഡ് ലീഗലിസം. നിയമം പാലിക്കണം, പക്ഷേ നിയമത്തിൻ്റെ കാർക്കശ്യം വേണ്ട. ലീഗലിസം. അപ്പോൾ അതങ്ങനെ എല്ലാവരും ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് ഞായറാഴ്ച വേദോപദേശത്തിന് പള്ളിയിൽ പ്രാക്ടീസിന് പോകും. അങ്ങനെ 10-40 കൊല്ലം മുമ്പാണ് കേട്ടോ. ഒരു പള്ളിയിൽ ഞായറാഴ്ച ചെല്ലുന്നു, വ്യാഴ്ചനപ്പോൾ കുർബാന കഴിഞ്ഞാണ് കാറ്റഗിസം. അപ്പോൾ രണ്ടാമത്തെ കുർബാനയുടെ സമയമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ പള്ളിയുടെ വലത്ത് വശത്ത് ആൺകുട്ടികളും ഇടത്ത വശത്ത് പെൺകുട്ടികളും. ധാരാളം കുട്ടികൾ പള്ളിയകത്തുണ്ട്. കുർബാന തുടങ്ങി ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി നേരം വൈകി പള്ളിയകത്തേക്ക് വന്നു. മുട്ടുകുത്തിയത് ഈ ലൈൻ്റെ ഈ വശത്താണ് മുട്ടുകുത്തേണ്ടത്. മുട്ടുകുത്തി ഇപ്പോൾ നല്ല തിക്കുന്നവരൊക്കെ നിറച്ച് വിടും. അല്പം ഒന്ന് ഈ ലൈൻ വിട്ട് ഇങ്ങോട്ട് കയറി മുട്ടുകുത്തി.
അച്ഛനങ്ങ് ക്ഷോഭിച്ച് ഷൗട്ട് ചെയ്തില്ലേ, ഡീ എനിക്ക് അവിടുന്ന് അങ്ങനെ മാറി വിട്ടു. പണ്ട് ഒരു സംഭവം ഉണ്ടായി. ഒരു പള്ളിയിൽ പിന്നെ എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു. കുർബാന അർപ്പിക്കുന്ന അച്ഛൻ ചൂടായി. മുട്ടുകുത്തടി എന്ന് ഉറക്കെ ആ പെൺകുട്ടി പറഞ്ഞു. പെൺകുട്ടി ഉടനെ അവിടുന്ന് പ്രത്യുദ്ധരിച്ചില്ലേ, ഞാനും അച്ഛന് മുട്ടുകുത്തിക്കും. കയ്യിലിരിപ്പ് കണ്ടില്ലേ? വിചാരിച്ചൻ പറഞ്ഞു, എല്ലാവരും മുട്ടുകുത്തിയിരിക്കുന്നു, ഈ മുട്ടുകുത്ത്. പണ്ട് വീട്ടിൽ ശീർഷാസനം നടത്തിയ മാനുണ്ടല്ലോ, എല്ലാവരും മുട്ടുകുത്തുമ്പോൾ അവൻ ശീർഷാസനമാണ്, അവൻ യോഗ ചെയ്യുക. ഇവിടെ എല്ലാവരും മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുക. അപ്പം അച്ഛൻ പറഞ്ഞു മുട്ടുകുത്തിരി. അപ്പോൾ അവൾ ഉടനെ അതേ ടോണിൽ ഞാനും അച്ഛനും മുട്ടുകുത്തിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ നിറവേറി സംഭവിച്ചു. എന്താണെന്നറിയാം ആർക്കെങ്കിലും? അച്ഛൻ മുട്ടുകുത്തി. സംഭവിച്ചെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛൻ പിന്നീട് മെത്രാനച്ഛനായി, മാർപ്പാപ്പയായി. ഈ പെൺകുട്ടി വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയായി. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ നാമകരണം നടത്തി. അങ്ങനെ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ട് പരിശുദ്ധ പിതാവ് ഈ പഴയ അച്ഛനെ മുട്ടുകുത്തി വണങ്ങി അവർ ആദരവ് പ്രകടിപ്പിച്ചു. നിറവേറിയില്ലേ? ഞാൻ അച്ഛനെ മുട്ടുകുത്തിക്കും. ഇതിന് സാക്ഷികൾ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അപ്പനും അമ്മയും. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത്? നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും പറയുന്നത് റിജിഡ് ലീഗലിസം, ഈ കാർക്കശ്യ സ്വഭാവം. ഇപ്പം നമ്മൾ നിയമത്തെക്കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളൊക്കെ പറയുന്നത്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കാർക്കശ്യമല്ല, നിയമത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള പാലനം, ഓബ്സർവൻസ് അല്ല, അതിൻ്റെ അരൂപിയും ചൈതന്യവും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. യേശുനാഥൻ നിയമം പൂർത്തീകരിച്ചു, ഈശോ നിയമം പാലിച്ചു. പക്ഷെ ഫരീസയന്മാരുടെ കതിര് കടന്ന കാർക്കശ്യ സ്വഭാവം, തുളസി, ചതുവുപ്പ, അതിനൊക്കെ ദശാംശം കൊടുക്കണം. സാപത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. അതൊക്കെ അന്നത്തെ നിയമങ്ങളാണ്. ശിഷ്യന്മാർ കോതമ്പൊനിയിലൂടെ പോയപ്പോൾ കോതമ്പൊനിയിൽ അത് കൈ വെള്ളയിലിട്ട് ഉമികളഞ്ഞ് ചുമ്മാ ഒന്ന് അത് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ അത് നിയമലംഘനമായിട്ട് ഫരീസയന്മാർ ചിത്രീകരിച്ചു. എന്താണ് നിയമലംഘനം? അതിനു മുൻപ് ഗോതമ്പിച്ചിരുന്നത് അടർത്തിയെടുത്തു, അത് ജോലിയാണ്. കയ്യിലിട്ട് തിരുമ്മിപ്പോൾ അത് മെതിച്ച് പിന്നെ ഉമി കളഞ്ഞു, അത് ജോലിയാണ്. സാമ്പത്തിക ജോലി ചെയ്യാൻ പാടില്ല. എന്ത് നിയമം അത്? സാമ്പത്തിക രോഗശാന്തി നൽകാൻ പാടില്ല. ആ ശാന്തി, ഈ തളർവാദ രോഗി കിടന്നിരുന്ന കിടക്ക, അവന് അനങ്ങാൻ പോലും പറ്റാത്തില്ല, നിവർന്നിരിക്കാൻ പറ്റില്ല, എഴുതി നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവനെ യേശുനാഥൻ സുഖപ്പെടുത്തി. അവനോട് അവർ കിടക്കയുമെടുത്ത് വീട്ടിൽ പോകാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അവൻ കിടക്കെടുത്ത് ചുമന്ന് പോകുന്നത് അന്ന് സാപത്തായിരുന്നു. ജോലി ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ആര് പറഞ്ഞു കിടക്ക ചുമക്കാൻ? ഗുരു യേശു പറഞ്ഞു. അവനെവിടെ? എനിക്കറിയില്ല. കണ്ടോ? അപ്പോൾ ഈശ്വരൻ മറുപടിയും കൊടുക്കും. ഒരു വലിയ നന്മയല്ല അവിടെ ചെയ്തത്. കൈ ശോഷിച്ചവനോട് കൈ നീട്ടാൻ പറഞ്ഞു. ആ കൈയും മറ്റേ കൈ പോലെ സുഖം പ്രാപിച്ചു. ഒരു നന്മയല്ലേ? സാപത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. സാപത്ത് നിയമങ്ങൾ ലംഘിച്ചു എന്ന് അവർ ആരോപിക്കുമ്പോഴും യേശു ആ നിയമലംഘനത്തിലൂടെ നിയമത്തിൻ്റെ ചൈതന്യം, നിയമത്തിൻ്റെ അരൂപി, അത് നന്മ പ്രവൃത്തികൾക്ക് വേണ്ടി, കാരുണ്യപ്രവൃത്തികൾ, ജീവകാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി, അതാണ് അതിൻ്റെ അന്തസത്ത. അപ്പോൾ എക്സ്ട്രീം റിജിഡ് ലീഗലിസം പാടില്ല. ഇത് നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് അച്ഛന്മാരുടെ അല്ല പറയണ്ടേ? അച്ഛന്മാരെ കുറിച്ചാണ് മാർപ്പാപ്പ പറഞ്ഞത്. എനിക്കും കൂടെ ബാധകമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. നല്ലതല്ലേ? അതെ. പിന്നെ വെയിൻ ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മഹത്വം, പേര്, സൽപ്പേര്, പേരെടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടം, അത് അച്ഛന്മാർക്ക് ചേർന്നതല്ല. അച്ഛന്മാർ വിനയാന്വിതരും
ശാന്തശീലരും സമാധാനപ്രിയരും സൗമ്യതയും ശാന്തതയും പാലിക്കുന്നവരും ഒക്കെ ആയിരിക്കണം. മറ്റുള്ളവർ അംഗീകരിക്കണം. അങ്ങനെയുള്ള ഒരു ശൈലി വേണമെന്ന് മാർപ്പാപ്പ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ക്ലെറിക്സിനെ കുറിച്ച് പുരോഹിത ശുശ്രൂഷനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദെൻ ലേ പീപ്പിൾ, നിങ്ങളെക്കുറിച്ച് പറയുന്നു. അൽമായർ 399 മുതൽ 409 വരെയുള്ള കാനോനുകൾ. അൽമായരെ കുറിച്ച് എന്താ പറയുന്നത്? അത് രസമാണ്. ദി അൺപ്രസിഡന്റഡ് emphasis of the nature and role of lay faithful in the Second Vatican Council, especially in the dogmatic constitution of the Church, decree on the laity, found its application in the Canon. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 2 പ്രമാണരേഖകൾ. ഒന്ന് സഭയെക്കുറിച്ചുള്ള പ്രമാണരേഖ, 2 ലെയ്റ്റി അൽമായനെ കുറിച്ചുള്ള ഡിക്രി. അത് രണ്ടാം വത്തിക്കാൻ സുനദോസിലുള്ള 2 പ്രമാണരേഖകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൽമായ വിശ്വാസികളെ കുറിച്ചുള്ള കാനൂനുകൾ ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ലേറ്റ് ഹാവ് ദെയർ ഓൺ സ്പെസിഫിക് ക്യാരക്ടർ വിച്ച് ഇസ് സെക്കുലർ ബൈ ദെയർ നേച്ചർ, കണ്ടീഷൻ ആൻഡ് ഫങ്ഷൻ ഇൻ ദ ചർച്ച് ആൻഡ് ദ വേൾഡ്. അപ്പം അൽമായരുടെ ദൗത്യം എവിടെയോ നോക്കൂ, സെക്കുലറാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. സെക്കുലർ ബൈ ദ നേച്ചർ, കണ്ടീഷൻ, ഫങ്ഷൻ. നമ്മൾ ലോകത്ത് ജീവിക്കുന്നു, ലോകത്തിലുള്ള എന്തെങ്കിലും ജോലികൾ നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ഒരു പക്ഷേ പാടത്ത് കൃഷി ചെയ്യുന്നവനായിരിക്കാം, ഒരു പക്ഷേ ഓഫീസ് ജോലി ചെയ്യുന്നവനായിരിക്കാം, ഒരു ബാങ്ക് എംപ്ലോയി ആയിരിക്കാം, ഒരു സാധാരണ കൂലി വേലക്കാരനാകാം. ഏതൊരു ജോലിയാണ് ചെയ്യുന്നത്, എന്താണ് അവർ ഉത്തരവാദിത്തം? അത് ഈ ലോകത്ത് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. അതുവഴി ഇൻ ദ ചർച്ച് ആൻഡ് ദ വേൾഡ്, സഭയിൽ ഒരു പക്ഷേ പാസ്റ്റർ കൗൺസിൽ മെമ്പർ ആകാം, ഒരു പക്ഷേ പള്ളി കൈക്കാരനാകാം, പള്ളിയിലെ കപ്പ്യാരാകാം. ഏത് തരത്തിൽപ്പെട്ട ഉത്തരവാദിത്തങ്ങളായിരുന്നാലും അത് സഭയിലും അതുപോലെ സമൂഹത്തിലും അത് അൽമായന് കൃത്യമായിട്ട് നിർവഹിക്കുന്നു. അങ്ങനെ നിർവഹിക്കുന്ന വഴി ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മിഷൻ ഓഫ് ദ ചർച്ച്. സഭയുടെ ദൗത്യം, മിഷൻ എന്താണ്? സഭയുടെ ദൗത്യം എല്ലാവരും രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. എല്ലാവരും രക്ഷിക്കപ്പെടുക. സോ ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മിഷൻ ഓഫ് ദ ചർച്ച്. Though they are not constituted in sacred orders or as a religious state. അവർ ഒരു എന്താ പറയുക, ഒരു പുരോഹിത ഗണത്തിൽപ്പെട്ട ആളല്ല, അതുപോലെ സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളുകളല്ല എങ്കിൽ പോലും അവർക്ക് സഭയുടെ ആ ദൗത്യ നിർവഹണത്തിൽ വലിയ പങ്കുണ്ട്. എന്നാൽ ദ ലാറ്റിൻ കോഡ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ ലേ faithful are supposed to exercise those functions and offices explicitly permitted by law. അപ്പോൾ കൃത്യമായും വ്യക്തമായും നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്. എന്നാൽ പൗരസ്ത്യ സഭ, അതർ ഏഷ്യൻ കോഡ് അലൗസ് ദ ലേ ഫെയ്ത്ത്ഫുൾ ടു ഡിസ്ചാർജ് എനി ഫങ്ഷൻ നോട്ട് ഫോർബിഡൻ ബൈ ലോ. 2 ആംഗിൾ കൂടി നോക്കി കാണുന്നത്. നിയമവിരുദ്ധമല്ലാത്ത, നിയമം പിന്നെ അനുവദിക്കാത്ത, നിയമം അനുവദിക്കാത്ത അല്ലെങ്കിൽ നിയമം നിരോധിക്കാത്ത, അതാണ് നിയമം നിരോധിക്കാത്ത ഏതൊരു ജോലിയും ചെയ്യാൻ അൽമായർക്ക് അവകാശമുണ്ട്. അതാണ് നമ്മുടെ കോടി പറയുന്നത്. ലത്തി കോടി പറയുന്നത് എന്താണ്? നിയമം അനുവദിക്കുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആ ഊന്നൽ മാറിയത് കണ്ടോ? നിയമം അനുവദിക്കുന്നത് മാത്രമേ, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മാത്രമേ ചെയ്യാവൂ. എന്നാൽ പൗരസ്ത്യ സഭകളുടെ കോടതി പറയുന്നത് എന്താണ്? നിയമം നിരോധിക്കാത്ത എന്തും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഒത്തിരി കുറേക്കൂടി സ്കോപ്പ്, കുറേക്കൂടി സാധ്യതകളുണ്ട്. ഇത് നിയമവിരുദ്ധമല്ല എങ്കിൽ നമുക്കതെല്ലാം ചെയ്യാം. എന്നാൽ ലഭ്യം കൊല്ലാണെങ്കിലോ നിയമം അനുവദിച്ചിട്ടുള്ളതേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് ഇപ്പോൾ സമയം 10 മണി. എപ്പോഴാണ് ചായ? നിങ്ങൾക്ക് ചായ ബ്രേക്കില്ലേ, ടീ ബ്രേക്കില്ലേ? അതെപ്പോഴാ? 10:30. ഓക്കെ, ഇപ്പോൾ 10:30 വരെ നമുക്ക് നിർത്താം. 12ാമത്തെ ടൈറ്റിലായിട്ടുള്ള 30 എണ്ണം ഉണ്ട് കേട്ടാ. ഇന്ന് തീർക്കണ്ടേ? സന്ധ്യ വരെ ഇരിക്കണോ? നമുക്ക് ഉച്ചയ്ക്ക് തീർക്കാം. 1 മണിക്ക് മുമ്പ് തീർക്കാനായിട്ട് പറ്റും. 30 ഓടിക്കാൻ പറ്റില്ലേ? നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് തീർത്ത് 1 മണിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് പിരിയാം. ഓക്കെ.
12ാമത്തെ ശീർഷകം മങ്സ് ആൻഡ് അതർ റിലീജിയസ് ആസ് വെൽ ആസ് മെമ്പേഴ്സ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് കോൺസെക്രേറ്റഡ് ലൈഫ്. മങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മങ്കി അല്ല. മങ്കി എന്ന് പറഞ്ഞാൽ കുരങ്ങൻ എന്നാണ് അർത്ഥം. മങ്ക് എന്ന് പറഞ്ഞാലോ അതെ, ഒരു സന്യാസി, സന്യാസികൾ, പിന്നെ അതുമല്ലെങ്കിൽ ഈ പിന്നെ സമർപ്പിത ജീവിത സമൂഹത്തിൽപ്പെട്ട അംഗങ്ങൾ, അവരെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. അത് സന്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ 12ാമത്തെ ശീർഷത്തിൽ 410 മുതൽ 572 വരെ. The conciliar and the post-conciliar teachings have influenced much the canons on the religious life and the formation to consecrated life. ഇവിടെയും 2ാം വത്തിക്കാൻ കൗൺസിൽ തന്നെ the code enacted norms on 6 categories of institutes of consecrated life. 6 കാറ്റഗറി ഉണ്ട്. മോണസ്റ്ററി എന്ന് പറഞ്ഞ് ആശ്രമം. പാലക്കാട് ആശ്രമങ്ങളില്ലേ? രാമനാഥപുരത്തും ഉണ്ട് ആശ്രമങ്ങൾ. ഓർഡേഴ്സ്, കോൺഗ്രിഗേഷൻസ്, പിന്നെ സൊസൈറ്റീസ് ഓഫ് കോമൺ ലൈഫ്, സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, സൊസൈറ്റീസ് ഓഫ് അപ്പസ്റ്റോലിക്, പല തരത്തിലുള്ള പല കാരിസ്, പല സിദ്ധികളുള്ള ഏകാന്ത ജീവിതം അല്ലെങ്കിൽ സമൂഹ ജീവിതം, ലോകത്തിൽ നിന്ന് പിൻവാങ്ങി ലോകത്തിൻ്റെ ആശാപാശങ്ങളിൽ പെടാതെ ദൈവവിചാരവുമായിട്ട് കഴിയുന്ന ആളുകൾ. പണ്ട് വീട്ടിൽ സെൻസസ് എടുക്കാൻ വരുമ്പോൾ പഴയ കാലത്ത് ചോദിക്കും, അപ്പനെന്താ ജോലി? കൃഷി. അമ്മ എന്താ ജോലി? ബാങ്കിൽ ക്ലർക്കാണ്. മൂത്ത മോൻ 40 വയസ്സ്. മൂത്ത മോൻ എന്താ ജോലി? കറക്റ്റ്. നമ്മൾ പറയും വൈദികനാണ്. അങ്ങനെയല്ല. ദൈവവിചാരം. ആധാരം എഴുതുമ്പോൾ, ആധാരം ഭാഗം വയ്ക്കുമ്പോൾ അതിലെഴുതുക അപ്പൻ 70 വയസ്സ് കൃഷി, അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥ 61 വയസ്സ്, മൂത്ത മകൻ ദൈവവിചാരം. ഇന്ന് അത് വൈദിക വൃത്തി എന്നാക്കി. ഇച്ചിരി വൃത്തിയും വെടുപ്പും വേണ്ടേ? കാർഷിക വൃത്തി, അഭിഭാഷക വൃത്തി, അതുപോലെ വൈദിക വൃത്തി. എന്തൊരു വൃത്തിയത്? ദൈവവിചാരം എന്നാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വൈദികൻ അല്ലെങ്കിൽ സന്യാസി എന്ന് പറഞ്ഞാൽ ദൈവവിചാരത്തോടു കൂടി കഴിയുന്ന ആളുകളാണ്, മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളല്ല. ഇന്ന് ദൈവവിചാരം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്ന ആൾ. അങ്ങനെയാണോ? അച്ഛൻ പള്ളിയിലച്ഛൻ എല്ലായിടത്തും എത്തണം. അച്ഛനെ കണ്ടില്ലല്ലോ. പാപ്പച്ഛൻ എന്ത് ചെയ്യും? ദൈവവിചാരമായിട്ടിരുന്നാൽ മതിയോ? എല്ലായിടത്തും അച്ഛൻ എത്തണം. കൂട്ടുസദ്യക്ക് കറിക്കറിയാൻ വന്നിരിക്കുന്നവരോടൊപ്പം കാര്യങ്ങൾ. അച്ഛനെ എവിടെ? ഇവിടെ വിചാരിച്ചതിൻ്റെ മദറെന്തേ? ഇപ്പോൾ വരും, ഇപ്പോൾ വരും. അപ്പോൾ ആ ചിന്ത, ആ വിചാരം ദൈവവിചാരം എന്നുള്ളതായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എടുത്ത് പറയുന്ന സംഭവമാണ് സന്യാസ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത്. ദ റീസെൻറ്റ് അപ്പസ്റ്റോലിക് ലെറ്റർ ഓഫ് പോപ്പ് ഫ്രാൻസിസ് required our eparchy bishops to have written approval from apostolic see to start a new institution of consecrated life. ഒരു പുതിയ സന്യാസ സമൂഹം ഒരു രൂപതയിൽ ആരംഭിക്കണമെങ്കിൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ കഴിഞ്ഞ കൊല്ലം 2 കൊല്ലം മുൻപ് ഒരു ഉത്തരവ് ഇറക്കി. റോമിൽ നിന്ന് രേഖാമൂലമായ അനുവാദം കിട്ടിയതിന് ശേഷം ഇനി തുടങ്ങാവും. നേരത്തെ അങ്ങനെ വേണ്ടിയിരുന്നില്ല. ഒരു കൺസൾട്ടേഷൻ, ഒരു ആലോചന. ഇപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള അധികാരം, അനുവാദം ആവശ്യം. അത് ഈ അടുത്തുണ്ടായ ഒരു വ്യത്യാസമാണ്. ഓക്കെ. 13ാമത്തെ ടൈറ്റിൽ അസോസിയേഷൻ ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്ഫുൾ. സംഘടനകൾ. ഇപ്പോൾ അൽമായർ ചേർന്ന് പല സംഘടനകളും ആരംഭിക്കാം. അപ്പോൾ അതിൻ്റെ നൈയാമികമായിട്ടുള്ള സഭയിലുള്ള സംഘടനകളുടെ സ്വഭാവം ഇൻസ്പയർഡ് ബൈ ദ ടീച്ചേഴ്സ് എല്ലായിടത്തും 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേട്ടോ. എസ്പെഷ്യലി ദ കൗൺസിൽ ഓഫ് ചർച്ച് ഡിക്ലെയർ ഓൺ ലേറ്റി ദ കോഡ് റെക്കഗ്നൈസ് നോട്ട് ഓൺലി ദ നാച്ചുറൽ റൈറ്റ് ടു ഹ്യൂമൻ ആസ് സോഷ്യൽ ബീയിങ്സ്
Moreover, their supernatural or constitutional right as members of the church is duly considered. Hence, their right to found, direct or join associations promoting charitable, pious causes or fostering Christian vocation is respected. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങാൻ, അതുമല്ലെങ്കിൽ ക്രിസ്തീയ ദൈവവിളി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട ചില പ്രത്യേക സംഘടനകളൊക്കെ തുടങ്ങാൻ ഒക്കെയുള്ള അവകാശമുണ്ട്. There are public private associations depending on the nature of approval, recommendation, recognition, authority. അതിനൊക്കെ അനുവാദവും അംഗീകാരം വേണം. പർട്ടിക്കുലർ ലോ ആൻഡ് സ്റ്റാറ്റ്യൂട്ട്സ്. അപ്പോൾ ഓരോ സഭയിലെയും പ്രത്യേക നിയമങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അവയെക്കുറിച്ച് പറയും. 14-ാമത്തത് എവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസ്. എവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം. ഏറ്റവും അർത്ഥവത്തായ സംഗതി നമ്മുടെ നെഹേമിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് റിലീജിയസ് സ്റ്റഡീസിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എവാഞ്ചലൈസേഷനാണ്. സുവിശേഷവൽക്കരണം. ഡയറക്റ്റ് എവാഞ്ചലൈസേഷൻ, ഇൻഡയറക്റ്റ് എവാഞ്ചലൈസേഷൻ. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക. യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ സഹകാരികളാകുക. അപ്പോൾ എവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾ, more than preaching the gospel to individuals and groups, evangelization can be conceived as inculturation of the gospel to build up a Christian community. മിഷൻ രൂപതകളിൽ ആദിലാബാദ് രൂപതയുടെ മെത്രാൻ ഒരു തൃശ്ശൂർക്കാരനാണ്, ബിഷപ്പ് പ്രിൻസ് പാണിനാണ്. ആദിലാബാദ് അത് ആന്ധ്രാപ്രദേശിലാണ്, തെലങ്കാനൊക്കെ അടുത്ത. തെലുങ്കാണ് അവിടുത്തെ ഭാഷ. ചെറുപ്പക്കാരൻ ആണ് ബിഷപ്പ്. തെലുങ്ക് പഠിച്ചു. അവരുടെ ഭാഷയിൽ സംസാരിക്കും, പ്രസംഗിക്കും. ഏറ്റവും ഫനാറ്റിക്കായിട്ടുള്ള തീവ്രവാദികളായ ചില ഹിന്ദു ക്ഷേത്രങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിച്ചാൽ തടിയൂരി പോരാൻ പറ്റുമോ? അവരവതാരങ്ങൾ വേറെ. ഇവിടെ നമുക്കൊരൊറ്റ അവതാരം. അവർ അതിന് 33,000 കോടി ദൈവങ്ങളുള്ള ഒരു സംസ്കാരത്തിൽ ചെന്നൊരു മെത്രാൻ പറയാണ്, ഞങ്ങൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ മതം, ലോകത്തിൻ്റെ രക്ഷകൻ. ഇത് ഭരണഘടന അനുശാസിച്ചിട്ടുള്ള ഒരു അവകാശമാണ്. എനിക്ക് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാൻ, ആ വിശ്വാസം ആചരിക്കാൻ, ആ വിശ്വാസം പ്രഘോഷിക്കാൻ എൻ്റെ അവകാശമാണ്. ഈ മെത്ര നേരിട്ട് ഉറക്കെ ഇതുവരെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. വളരെ തീക്ഷ്ണമായിട്ട് ധൈര്യമായിട്ട് ഈ എവാഞ്ചലൈസേഷൻ നടത്തിവിടുന്നത്. എന്ന് വെച്ചാൽ ഡയറക്റ്റ് എവാഞ്ചലൈസേഷൻ. ജീസസ് ഈസ് ദ സേവിയർ, ദ ഓൺലി സേവിയർ, ദ യുണീക്ക് സേവിയർ. ഏകരക്ഷകൻ അത് യേശു ക്രിസ്തുവാണ് എന്ന് പരസ്യമായിട്ട് അവിടെ പ്രഖ്യാപിക്കും. എവാഞ്ചലൈസേഷൻ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഇവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? കരിസ്മാറ്റിക് റിന്യൂവൽ പ്രോഗ്രാം, പ്രയർ മീറ്റിംഗ്സ്, ഇതുപോലെയുള്ള തിയോളജി കോഴ്സസ് തുടങ്ങിയ ലീഡർഷിപ്പ് പ്രോഗ്രാം, ഇതെല്ലാം എവാഞ്ചലൈസേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ കാനൂനികമായിട്ട് അർത്ഥവത്തായ സഭയുടെ നിയമത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു സംഭവത്തിൽ നമ്മൾ പങ്കാളികളാണ്. സോ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ടു ദ 12 ശ്രീഹാന്മാർ. ഗുഡ്. നമ്മൾ അടുത്ത ടൈറ്റിൽ വരുന്നത് എക്ലീസിയാസ്റ്റിക്കൽ മജിസ്റ്റേരിയം എന്ന് പറഞ്ഞാൽ 15-ാമത്തെ ടൈറ്റിലാണ്. എക്ലീസിയാസ്റ്റിക്കൽ മജിസ്റ്റേരിയം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭരണമല്ല, പ്രബോധനാധികാരം. ടീച്ചിങ്, ദ ടീച്ചിങ് അതോറിറ്റി ഓഫ് ദ ചർച്ച്. ടീച്ചിങ് അതോറിറ്റി ഓഫ് ദ ചർച്ച്, പ്രബോധന അധികാരം.
യേശുനാഥൻ നൽകിയിട്ടുള്ള ത്രിവിധ ദൗത്യങ്ങൾ: ടു ടീച്ച്, ടു സാങ്ക്ടിഫൈ ആൻഡ് ടു ഗവേൺ. പഠിപ്പിക്കുക, വിശദീകരിക്കുക, നയിക്കുക. ചിലർ ഭരിക്കുക, ഭരണം വേണ്ട, നയിച്ചാൽ മതി. ബി എ ലീഡർ. ടീച്ചർ, എ പ്രീസ്റ്റ്. പ്രീസ്റ്റ് ബലിയർപ്പിച്ചും കുദാശ പരിമം ചെയ്തും വിശദീകരണ ദൗത്യത്തിൽ പങ്കുചേരുന്നു. ഓക്കെ, അപ്പോൾ ഈ ടീച്ചിങ് അതോറിറ്റിയാണ് എക്ലീഷ്യൽ മജിസ്റ്റേരി. ഓതൻറ്റിക് മജിസ്റ്റേരിയം, ഒഫീഷ്യൽ ഹൈറാർക്കിക്കൽ ടീച്ചിങ് അതോറിറ്റി, ഔദ്യോഗികമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള പ്രബോധനാധികാരം. സോളം സീരിയസ് ടീച്ചിങ്സ് ആർ നോട്ട് മാറ്റേഴ്സ് ഓഫ് ഫെയ്ത്ത് but requires of the faithful a response, which is religious submission or deference of intellect and will, obsequium. എന്ന് പറഞ്ഞാൽ ഇത് സഭയുടെ പ്രബോധനാധികാരത്തോട് വിധേയത്വം പുലർത്തുക. അത് എല്ലാ വിശ്വാസികളുടെയും ഒരു കടമയാണ്. സഭ ആധികാരികമായി പഠിപ്പിക്കുന്ന ആ കാര്യങ്ങളോട് വിധേയത്വം പുലർത്താനും അനുസരിക്കാനും ആ അധികാരത്തെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും നമുക്ക് കടമയുണ്ട്. ഇന്ന് ഇതിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ചിലർ എന്ത് തന്നെ വന്നാലും അനുസരിക്കില്ല, വിധേയപ്പെടുകയില്ല. മാർപ്പാപ്പയെയും മാർപ്പാപ്പായുടെ പ്രതിനിധികളെയും താഴേക്ക് വരെയുള്ള മറ്റ് സഭാധികാരികളെയും പ്രത്യക്ഷമായും പരോക്ഷമായും ഒളിഞ്ഞും തെളിഞ്ഞും ഒളിയും പെയ്തും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും പൊതുജനമധ്യത്തിൽ അവഹേളിക്കുകയും, അതെല്ലാം തീർച്ചയായിട്ടും കുറ്റകരമായിട്ടുള്ള പ്രവൃത്തികളാണെന്ന് വെച്ച് സംശയമില്ല. സഭയുടെ പ്രബോധനാധികാരം അംഗീകരിക്കുവാനും അതിൽ വിധേയപ്പെടാനും നമുക്ക് കടമയുണ്ട്. എവരി മെമ്പർ ഓഫ് ദി ചർച്ച് is supposed to exercise sacred duty to teach as Jesus commanded. യേശുവിൻ്റെ ആ ദൗത്യം ആണ് ശരി. അപ്പോൾ കോഡ് refers to the teaching function of the church in general, the ministry of the word of God, Catholic education, instruments of social communication. കണ്ടോ, ദൈവവചനം പ്രഘോഷിക്കുന്നു, കത്തോലിക്ക വിദ്യാഭ്യാസം, പിന്നെ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അതുവഴി ഈ സഭയുടെ പഠനങ്ങൾ തീർച്ചയായും എല്ലായിടത്തും എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അടുത്തത് ദ ഡിവൈൻ വർഷിപ്പ് ആൻഡ് എസ്പെഷ്യലി ദ സാക്രമെൻറ്റ്സ്, വിശുദ്ധ കൂദാശകൾ. ആരാധന, ദൈവാരാധന, വളരെ പ്രത്യേകമായിട്ട് കൂദാശകൾ. അതിന് ചുവടെ ഫുഡ് നോട്ട് 55 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടോ. അതെല്ലാം അബ്രിവേഷൻ. ഇതിൻ്റെ അടിസ്ഥാനം രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ പഠനങ്ങൾ ഏതെല്ലാം പ്രമാണരേഖകളിൽ നിന്നാണ് എന്നതിനാണ് ആ ചുവടെ ചേർത്തിരിക്കുന്നത്. സൗകര്യമുള്ളപ്പോൾ നിങ്ങൾക്കത് നോക്കി വായിക്കാം. എന്താണ് രണ്ടാം വത്തിക്കാൻ സൂനകദോസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാനൻ എന്ത് പറയുന്നു? Second Vatican Council confirms comments that the ancient legislation about the sacraments and the practice of their celebration and administration should be restored according to the needs of persons, place and times. ഇപ്പോൾ പുരാതനമായ പ്രാചീനമായിട്ടുള്ള നിയമങ്ങൾ, പ്രത്യേകിച്ച് കൂദാശകളെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും പ്രയോഗിക്കണം. അത് പൗരസഭയെക്കുറിച്ചുള്ള ഡിഗ്രി പറയുന്നതാണ്. The sanctifying function of the church is fulfilled through the sacraments. നമുക്കറിയാം, കുദാശകളിലൂടെയാണ് വിശുദ്ധീകരണ കർമ്മം പൂർത്തീകരിക്കുന്നത്. The supreme sacrifice of worship of God is the sublime sacrifice of death of Christ. കണ്ടോ, നമ്മൾ the sacrifice of worship of God, ദൈവാരാധന, അതൊരു ബലിയാണ്. അത് എന്താണ് ബലി? The sublime, ഉദാത്തമായ യേശുവിൻ്റെ മരണമാണ്. വലിയ കുരിശിലെ ത്യാഗം, യേശുവിൻ്റെ കുരിശിലെ ത്യാഗം, ആ ബലിയാണ് പരമപിതാവിന് അർപ്പിക്കുന്ന the supreme sacrifice, the worship. The principal end of all sacraments of glorification of God, sanctification of man,
is effected by the Paschal mystery of Christ, reenacted through the church, and the sacrament of Holy Spirit is conducted. അപ്പോൾ എല്ലാ കൂദാശകളുടെയും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക, രണ്ട് മനുഷ്യൻ്റെ വിശുദ്ധീകരണം. എല്ലാ കൂദാശകളുടെയും ആത്യന്തികമായ ലക്ഷ്യം അതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവ മഹത്വീകരണം, രണ്ട് മനുഷ്യൻ്റെ വിശുദ്ധീകരണം. പിന്നെ the minister as well as the recipient of sacraments are obliged to follow the prescriptions of the church. കണ്ട കൂദാശ പരികർമ്മം ചെയ്യുന്ന വൈദികരും കൂദാശകൾ സ്വീകരിക്കുന്ന അർത്ഥികളും ഒരുപോലെ സഭ നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ അനുസരിക്കണം. അത് ബലിയർപ്പണ രീതിയാകട്ടെ, മറ്റ് വിവിധ കൂദാശ പരികർമ്മ അനുഷ്ഠാന വിധികളാകട്ടെ, സഭ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു പക്ഷേ അത്ഭുതപ്പെടും. കുർബാനത്തർക്കം രൂക്ഷമായപ്പോൾ ഒരു പള്ളിയിൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഇടയലേഖനം വായിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുർബാന അർപ്പിക്കുന്ന വികാരിച്ചൻ സുവിശേഷ വായന കഴിഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഇടയലേഖനമല്ല വായിച്ചത്, ഏതോ ഒരു സീനിയർ വൈദികൻ എഴുതിയ ഒരു നീണ്ട എഴുത്ത് അവിടെ വായിക്കുകയാണ്. കുർബാനയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അറിയാമല്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു. അൽമായർ എതിർത്തു. കുർബാന കഴിഞ്ഞപ്പോൾ സങ്കീർത്തി ചെന്നു, അച്ചോ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഇടയിലേക്ക് അച്ഛൻ വായിച്ചില്ലല്ലോ, ഏത് കത്താണ് അച്ഛൻ ഇവിടെ വായിച്ചത് കുർബാന മധ്യേ? അച്ഛന് എന്ത് അധികാരം? അൽമായിരുന്ന നിലയിൽ നമുക്കൊരു അവകാശമുണ്ട്. സഭയുടെ പ്രബോധനങ്ങൾ സഭാധികാരിയിൽ നിന്ന് കിട്ടാനും സഭയുടെ പാരമ്പര്യമനുസരിച്ച് തങ്ങളുടെ ആരാധനകർമ്മം അനുഷ്ഠിക്കപ്പെടാനും അത് നമ്മുടെ അവകാശമാണ്. കാനൻ 17 അത് നമ്മുടെ അവകാശമാണ്. അത് തീർച്ചയായിട്ടും ആത്മായർക്ക് കിട്ടിയ അടങ്ങും. ഏതെങ്കിലും ഒരു അച്ഛന് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് ഇവിടെ കുർബാന മധ്യയല്ല അവതരിപ്പിക്കേണ്ടത്. അച്ഛനവിടുന്ന് മാറ്റി, ഞാനും സമ്മതിച്ചില്ല. മെത്രാൻ്റെ അടുത്ത് ചെയ്യുന്നു, മെത്രാൻ നോക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. മെത്രാൻ ഒത്തിരി ഒന്ന് സ്ലോ ആയി. ഇവരെന്ത് ചെയ്തു? ഗ്യാസ് സിലിണ്ടറും ഒക്കെ ആയിട്ട് അരമനയിൽ ചെന്നു. ചർച്ച നടക്കല്ലേ, തീരുമാനമാവുന്നില്ല. കാലത്ത് തുടങ്ങി ഉച്ചയായി, വൈകുന്നേരമായി. അവരവിടെ ദോശ ചുടാനും കഞ്ഞി വയ്ക്കാനും തുടങ്ങി. അരമനയിലുള്ള വണ്ടി സൂക്ഷിക്കുന്ന ആ ഗാരേജിൽ അത് സിലിണ്ടർ കൊണ്ടുപോയത് അതിനാ, ഗ്യാസ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അച്ഛന്മാർ കുർബാനയ്ക്ക് എവിടെയൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ, അച്ഛോ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരെണ്ണം കഴിക്കണോ? അവസാനം പിതാവ് ഒരു തീരുമാനം കൊടുത്ത് അച്ഛനെ മാറ്റുന്നത് വരെ അവർ ദോശ ചുട്ടും ഇഡ്ഡലി കഴിച്ചും രാപ്പകൽ സമരം ചെയ്തും രാത്രി അവിടെ കിടന്നുറങ്ങിയും മഞ്ഞത്തും വെയിലത്തും മഴയത്തും ഒരു മടിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കണ്ടോ? അപ്പോൾ സഭ നിഷ്കർഷിച്ചിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് സഭയുടെ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ടൈറ്റിൽ 17, ബാപ്റ്റൈസ്ഡ് നോൺ കാത്തലിക്സ് ആൻഡ് ഫുൾ കമ്മ്യൂണിയൻ വിത്ത് ദ കാത്തലിക് ചർച്ച്. മാമോദിസ സ്വീകരിച്ച അകത്തോലിക്കർ, അവർ കത്തോലിക്കരല്ല, പക്ഷേ ഇടക്കാലത്ത് അവർക്ക് ആഗ്രഹം പുനരൈക്യപ്പെടുക അല്ലെങ്കിൽ കത്തോലിക്ക സഭയോട് ചേരുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ എന്താണ്? ടീച്ചിങ്സ് ഓഫ് വാറ്റിക്കൻ സെക്കൻഡ്, എസ്പെഷ്യലി LGOEUR. LG എന്ന് പറഞ്ഞാൽ സഭ, OE പൗരസ്ത്യ സഭകൾ, UR എന്ന് പറഞ്ഞാൽ എക്യുമെനിസം. ആർ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കാനോനിക്കൽ നോംസ് for receiving non-Catholics to the church. Those who are under the age of 14 are accepted to the Catholic only with the consent of their parents or guardians. കണ്ടോ? 14 വയസ്സിന് താഴെയുള്ളവർക്ക്
ഇങ്ങനെ പുനരേക്കപ്പെടണമെങ്കിൽ അവരുടെ രക്ഷാകർത്താക്കളുടെ മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമാണ്. അത് എടുത്തു പറഞ്ഞത്. പിന്നെ വരുന്നത് എക്യുമെനിസം ഫോർ പോസിറ്റീവ് യൂണിറ്റ് ഓഫ് ക്രിസ്ത്യൻസ്. അത് അങ്ങനെ സഭയിച്ചാണ്. ഇത് ഈ പുനരേക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിരുന്നു. നോംസ് ഓഫ് കാനൻസ് ഓൺ എക്യുമെനിസം ആൻഡ് ഹാർമണി വിത്ത് ദ ഡിഗ്രി ഓൺ എക്യുമെനിസം, എക്യുമെനിക് ഡയറക്ടറി, അതർ പോസ്റ്റ് കൾച്ചറൽ ഡോക്യുമെന്റ്സ്. The code encourages ecumenical initiatives, ecumenical dialogue at all levels. Restoration of unity of all Christians is an important task of the entire church. It is achieved through prayer, good example, fidelity, mutual understanding, fraternal collaboration, moved by the Holy Spirit. അപ്പോൾ പുനരൈക്യപ്പെടാൻ ഉള്ള കാര്യങ്ങൾ അത് അങ്ങനെ യേശു വിഭാവനം ചെയ്ത ഐക്യത്തിന് വേണ്ടിയുള്ള നാഥൻ്റെ പ്രാർത്ഥന. അവരൊന്നാകാൻ, പിതാവായ ദൈവമേ അങ്ങും ഞാനും അങ്ങും ഒന്നായിരിക്കുന്ന പോലെ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നാകാൻ, അങ്ങനെ ഒരാടും ഒരു ഇടയനുമാകാൻ. അങ്ങനെയാണോ? ഒരിടയനും ഒരാട്ടിൻ കൂട്ടവും, ഒരാടും ഒരിടാകാൻ. ഇന്നിപ്പോൾ അതായനായിക്കൊണ്ടിരിക്കുന്ന പല ആടുകളൊക്കെ പോയി ചിന്നിച്ചിതറി പോയിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഒരാടും ഒരിടയനും. അതല്ല വേണ്ടത്, ഒരിടയനും ഒരാട്ടിൻ കൂട്ടവും. ആ രീതിയിലേക്ക് വരാൻ ഉള്ള നാഥൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന സാധിക്കണമെങ്കിൽ, നിറവേറണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ വിശ്വസ്തരായിരിക്കണം. അന്മാർ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ എക്യുമെനിക്കൽ ഗാദറിങ് എന്ന് പറഞ്ഞാൽ കത്തോലിക്കരും അകത്തോലിക്കരും ഉൾപ്പെടുന്നതാണ്. അതൊരു എക്യുമെനിക്കൽ ഗാദറിങ്. എല്ലാ വർഷവും ജനുവരി മാസം 18 മുതൽ 25 വരെയുള്ള ഒരു ആഴ്ച, അത് പുനരൈക്യ വാരം, എക്യുമെനിക്കൽ വീക്ക്. അന്ന് പ്രത്യേക പ്രാർത്ഥനകൾ ദയവായി ചൊല്ലാനായിട്ട് നമ്മുടെ സഭയുടെ എക്യുമെനിസം കമ്മീഷൻ, സിനഡൽ കമ്മീഷൻ ഫോർ എക്യുമെനിസം, ഒരു CBCIക്ക് ഒരു കമ്മീഷനുണ്ട്, കമ്മീഷൻ ഫോർ ഡയലോഗ് ആൻഡ് യൂണിറ്റി. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനം ഒത്തിരിയുണ്ട്. എക്യുമെനിക്കൽ ഇനിഷ്യേറ്റീവ്സ്, എക്യുമെനിക്കൽ ആക്ടിവിറ്റീസ്, എക്യുമെനിക്കൽ മിഷൻ എഫേർട്സ് പലതുമുണ്ട്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് നമ്മൾ 1653 കൂനം കുരിശ് സത്യത്തിന് ശേഷം സഭ പിളർന്നു. ഒന്നായിക നിന്നെ രണ്ടായി കണ്ടപ്പോൾ ഉണ്ടായ ഇണ്ടൽ മിണ്ടാവതല്ല എന്ന് പാടി കേട്ടിട്ടില്ലേ? ഒന്നായിക നിന്നെ, നമ്മുടെ സഭ ഒന്നായിരുന്നു. രണ്ടായപ്പോൾ ഉണ്ടായ ഇണ്ടൽ. ഇണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുഃഖം, സങ്കടം. ഇന്ന് ചിന്നിച്ചിതറി പിളർന്ന് വളരുന്തോറും പിളരുകയും സീറോ മലബാർ സഭ തന്നെ 2000 ആണ്ട് കഴിഞ്ഞു. ഇതായിപ്പോഴും പിളരുന്ന നാട് പിളർവ് ഉണ്ടാവും. അങ്ങനെയുള്ള പല പ്രതിസന്ധികളും. അപ്പോൾ നേരത്തെ തന്നെ പിളർപ്പുകൾ ഉണ്ടായിരുന്നു പല കാരണങ്ങളാൽ. അതായത് നമ്മുടെ ഇല്ല, തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ, നമ്മുടെ കാനൂൺ സംഹിതയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക? ത്രൂ പ്രയർ, ഗുഡ് എക്സാമ്പിൾ, ഫിഡലിറ്റി ടു ട്രഡീഷൻസ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഫ്രറ്റേണൽ കൊളാബറേഷൻ, സഹോദര തുല്യമായിട്ടുള്ള സഹകരണ മനോഭാവം. ഈസി അതുവഴി നമ്മളെല്ലാവരും ബേസിക്കലി ക്രിസ്ത്യാനികളാണ്. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കുന്നവരാണ്. പല കാരണങ്ങൾ കൊണ്ട് പിന്നെ ഭിന്നത ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഇത് ഇപ്പോൾ എക്യുമെനിക്കൽ ഡയലോഗ് നടക്കുന്നുണ്ട്.
സാർവത്രിക കത്തോലിക്ക സഭാതലത്തിലും സീറോ മലബാർ സഭാതലത്തിലും പ്രത്യേകിച്ച് ഇങ്ങനെ ഡയലോഗ് മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഓർക്കുക, നമ്മൾ കത്തോലിക്കരാണ്. കത്തോലിക്ക വിശ്വാസം നമ്മൾ നമ്മുടെ ജീവന തുല്യം നമ്മൾ കാക്കുന്നവരാണ്. അപ്പോൾ നമ്മളുടെ ഇടപെടലുകളോ നമ്മുടെ സംസാരമോ നമ്മുടെ സഹകരണങ്ങളോ അതൊക്കെ മറ്റുള്ളവർക്ക് ഉറപ്പിന് കാരണമാകാനോ അല്ലെങ്കിൽ ഇൻഡിഫറൻറ്റിസം, ഇങ്ങനെയായാലും കുഴപ്പമില്ല, അങ്ങനെയായാലും കുഴപ്പമില്ല, ഇത്തിരി വെള്ളം ഇവിടെ ചേർത്തു, പിന്നെ അതിച്ചിരി തണുത്ത വെള്ളം ഇതിൽ ചേർത്ത്, അവിടെ ഇച്ചിരി ചൂടുവെള്ളം ചേർത്തു, അങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ കലർപ്പില്ലാത്ത സത്യവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ വാക്കും പ്രവൃത്തിയും നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ പെരുമാറ്റവും എല്ലാം സാധിക്കണം. അപ്പോൾ ആ രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് നിയമം പറയുന്നത്. നമുക്കങ്ങനെ പ്രത്യേക ഇൻവിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ രൂപത മെത്തപ്പോൾ പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ്, അല്ലെങ്കിൽ പള്ളിയിലെ കൈക്കാരനാണ്, ഏതെങ്കിലും രൂപത സംഘടനയിൽ അറിയപ്പെടുന്ന ഒരു ഭാരവാഹിയാണ്. ഇങ്ങനൊരു ക്ഷണം നമുക്കുണ്ടെങ്കിൽ പള്ളി വികാരിച്ചിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, രൂപത മെത്രാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. നമുക്കൊരു അഡ്വൈസ്, ഇങ്ങനൊരു ഇൻവിറ്റേഷൻ ഉള്ള പിതാവ് വിചാരിച്ച എന്താണ് അച്ഛൻ്റെ അഭിപ്രായം? അച്ഛൻ പറയുന്നത് നല്ല കാര്യം, പോകണം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, പറയേണ്ടത്? അപ്പോൾ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ സഭാധികാരികൾ നൽകുന്നത് സ്വീകരിച്ച് ആ രീതിയിൽ നമുക്ക് ഇതിൽ പങ്കുചേരണം എന്നുള്ളതാണ് സഭയിലെ നിയമത്തിൻ്റെ സ്പിരിറ്റ്. മനസ്സിലായി? അപ്പോൾ അത്രയും കാര്യമായിട്ട് ബന്ധപ്പെട്ട ഓക്കെ രണ്ട് കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ പള്ളിയിലൊരു വിവാഹം നടക്കുക മാമോദീസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലാണ്. അതാണ് ഒരു കൂദാശ. മാമോദീസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ. അതൊരു പക്ഷേ സീറോ മലബാർ കത്തോലിക്കനാകാം, റോമൻ കാത്തലിക്കാകാം, ലത്തീൻ അല്ലെങ്കിൽ മലങ്കര കത്തോലിക്കരാണ്. അപ്പോൾ രണ്ടുപേരും മാമോദീസ സ്വീകരിച്ചവരാണല്ലോ, കുഴപ്പമില്ല. ഇനി മാമോദീസ സ്വീകരിച്ച ഒരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ യാക്കോബായ, അതുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം നടത്തണമെങ്കിൽ പ്രത്യേകം രൂപത മെത്രാൻ്റെ അനുവാദം ആവശ്യമാണ്. അവർ മാമോദീസ സ്വീകരിച്ചവരാണെങ്കിലും അവർ നമ്മുടെ കത്തോലിക്കരല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുവാദം വേണം. മറ്റൊരു ഗണം മാമോദീസ സ്വീകരിക്കാത്ത അക്രൈസ്തവർ, അത് ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ അക്രൈസ്തവരുമായിട്ടുള്ള വിവാഹം, അവർ മാമോദീസ സ്വീകരിച്ചിട്ടില്ല, മാമോദീസ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അതെ, അങ്ങനെ വരുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു വിടുതൽ, ഇളവ്, ഡിസ്പെൻസേഷൻ രൂപത മെത്രാന് കിട്ടണം. കാരണം സാധുവായൊരു വിവാഹം നടത്തണമെങ്കിൽ തടസ്സങ്ങൾ പാടില്ല. നമ്മുടെ കോഡ്, നമ്മുടെ കാന നിയമം അനുസരിച്ച് 13 വിവാഹ തടസ്സങ്ങളുണ്ട്, 13 അതിലൊരു തടസ്സം മതവ്യത്യാസം എന്നതാണ്. മതവ്യത്യാസം എന്നത് ഒരു വിവാഹ തടസ്സമാണ്. കാനൂനികമായിട്ട് പറയുന്ന വാക്ക് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്. പാരിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി, ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഇക്വാലിറ്റി, അസമത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസവും പങ്കാളിയുടെ വിശ്വാസവും ഒരേപോലെയല്ല. എൻ്റെ വിശ്വാസം കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസമാണ്, പങ്കാളിയാകാൻ വരുന്ന ആളുടെ വിശ്വാസം അക്രൈസ്തവൻ്റെ വിശ്വാസമാണ്, ഒരു ഹൈന്ദവനാണ്. അപ്പോൾ അതെങ്ങനെ ചേർന്ന് പോകും? രണ്ടുപേരും ഒരേ ജീവദായക കൃപയ്ക്ക് തുല്യ അവകാശികളാകാൻ പോവുക.
തുല്യ അവകാശികളാകണമെങ്കിൽ അവർ രണ്ടുപേരും തുല്യമായിട്ടുള്ള വിശ്വാസ പാരമ്പര്യത്തിലുള്ളവരായിരിക്കണം. പക്ഷേ മാറിയ സാഹചര്യത്തിൽ നമ്മുടെ കോഡിൽ, നിയമത്തിൽ, പ്രത്യേകിച്ച് വിവാഹ നിയമങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് തക്ക കാരണമുണ്ടെങ്കിൽ ഒരു ആനുകൂല്യം, ഒരു ഫേവർ എന്ന നിലയിൽ ഈ തടസ്സത്തിൽ നിന്ന് മെത്രാന് ഒഴിവ് കൊടുത്ത് ആ വിവാഹം അനുവദിക്കാം. ഇനി പക്ഷെ അത് കൂദാശ ആകുന്നില്ല. കൂദാശ ആകണമെങ്കിൽ രണ്ടുപേരും മാമോദിസ സ്വീകരിക്കണം. ഇത് കൂദാശയല്ല, പക്ഷേ സാധുവായ വിവാഹം ആയിട്ട് നടത്താൻ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ പ്രത്യേക നിബന്ധനകളിലൂടെ രൂപത മെത്രാന് അനുവദിക്കാം. അതിൻ്റെ അവകാശമല്ല, അതൊരു ഫേവറാണ്. അത് സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് പ്രത്യേക സാഹചര്യത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ വികാരിച്ചൻ വഴി ആ എതിർകക്ഷിയെ മാമോദിസ കൊടുത്ത് നമ്മുടെ സഭയിലേക്ക് ചേർക്കാനുള്ള അജപാനപരമായൊരു പരിശ്രമമാണ് ആദ്യം വേണ്ടത്. ചിലപ്പോൾ അവർക്ക് അത് സാധിച്ചെന്ന് വരില്ല. അവൻ്റെ അച്ഛനും അമ്മയും നല്ല കടുത്ത യാഥാസ്ഥിതിക ഹൈന്ദവ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. അവർ കാലശേഷം ഞാൻ ഇതൊരു ചേർന്ന് കൊള്ളാം എന്നൊക്കെ ഇപ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നടപ്പിൽ അതുവരെ കാത്തിരിക്കാൻ പറ്റുന്നുമില്ല. അപ്പോൾ എന്തായാലും പ്രത്യേക സാഹചര്യത്തിൽ ഇവൾ കത്തോലിക്കയാണ്. കത്തോലിക്ക എന്ന നിലയിൽ അവിടെ കത്തോലിക്ക വിശ്വാസം അപകടത്തിലാകാൻ പാടില്ല. ഈ വിവാഹബന്ധത്തിലൂടെ ഉണ്ടാകാവുന്ന മക്കളെ കത്തോലിക്ക വിശ്വാസം വളർത്താനും ശിക്ഷണം നൽകാനും ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നും അതൊരു ഡിക്ലറേഷൻ വഴി രേഖാമൂലം എഴുതി കൊടുക്കും വേണം. അങ്ങനെ ഞാൻ ഡിക്ലെയർ ചെയ്ത് രേഖാമൂലം എഴുതി കൊടുക്കുന്ന വിവരം പങ്കാളിയാകാൻ പോകുന്ന അക്രൈസ്തവ വരന് അറിയിക്കണം. ഞാനത് കണ്ടു എന്ന് കാണിക്കാൻ ഈ അപേക്ഷയുടെ ഒരു കൗണ്ടർ സൈൻ അവന് ചെയ്യാൻ നിർബന്ധിക്കാൻ പാടില്ല. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇങ്ങനെയുള്ള കേസുകൾ ഇന്ന് കൂടി വരുന്നുണ്ട്. കാരണം അത് നല്ല ഒരു ചോദ്യമാണ്. നേരത്തെ നടത്തിയ വിവാഹം കൂദാശ ആയിരുന്നില്ല, അത് സാധുവായ വിവാഹമാണ്. ഇപ്പോൾ അവൻ മാമോദിസ സ്വീകരിച്ചു. ഇപ്പോൾ രണ്ടുപേരും പിന്നെ മാമോദിസ സ്വീകരിച്ചവരാണ്. ഇപ്പോൾ അവർ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഇനി പള്ളിയിൽ വെച്ച് ഒരു വിവാഹം നടത്തണ്ട. കാരണം മാമോദിസ നേരത്തെ വിവാഹം വാസ്തവമായല്ലോ. നേരത്തെ വിവാഹം വാസ്തവമായ മാരേജാണ്. ഇവൻ കൂദാശ കൂടെ സ്വീകരിച്ചപ്പോൾ ആ കൂദാശയിലൂടെ ലഭിച്ച കൃപാവരം അത് ഇവൻ്റെ വിശദീകരണത്തിന് കാരണം. അപ്പോൾ വീണ്ടും വേറെ ഒരു കൂദാശയിലൂടെ കൃപാവരം പ്രത്യേകം വേറെ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ അവന് തീർച്ചയായിട്ടും വീണ്ടും ഒരു കൂദാശ സ്വീകരിക്കേണ്ട കാര്യമില്ല. ഈ കൂദാശയിൽ ലഭിച്ച കൃപാവരം അത് അപ്ലൈ ചെയ്യുന്നു അവന്. അത് ആ രീതിയിൽ ഉൾക്കൊള്ളാനാണ് സാധിക്കും. ഓക്കെ, നമുക്ക് തൽക്കാലം ഒരു ബ്രേക്ക് ആയാലോ? 19ാമത്തെ ശീർഷകമായിട്ടുള്ളൂ. കാപ്പി കുടിച്ച് നമുക്ക് വരാം അല്ലേ? എപ്പോഴാണ് തിരിച്ച് വരണ്ടേ? എത്ര മണി വേണം? മണി അടിക്കുമ്പോൾ അല്ലേ?